जय जय नरसिंह जय पद्ममुख मुख पद्मभृंग पतितनाश नरसिंह भगवान की जय। पतप्लान महाराज की जय। गुरुदेव महाराज की जय। शिला प्रभुपाद की जय। गर्भमानते हरि हरि बोल। हरे कृष्णा। സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ രാധ മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം. ഹരേ കൃഷ്ണ. നാളെ എല്ലാവർക്കും അറിയാമല്ലോ, പാണ്ഡവ നിർജ്ജല ഏകാദശിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഏകാദശി എടുക്കുന്നവരായിരിക്കാം, പക്ഷെ നിർജ്ജല ഏകാദശി എടുക്കുന്നവർ കുറവേ കാണത്തുള്ളൂ. ചിലപ്പം അസുഖങ്ങളും മരുന്നുകളും മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ട ആൾക്കാരായതുകൊണ്ട് ഇല്ലായിരിക്കും. പക്ഷെ വർഷത്തിലൊന്ന് ഭീമൻ അത് അനുഷ്ഠിച്ചത് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, വർഷത്തിലൊന്ന് മാത്രം ആചരിക്കുന്നവർ തീർച്ചയായിട്ടും നിർജ്ജലം എങ്കിലും എടുക്കണം. ഇനി എല്ലാ മാസവും ആചരിക്കുന്നവർ ആണെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് ഏകാദശിയായിട്ട് ആണെങ്കിലും എടുക്കണം. മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർക്കും ബാക്കി ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും അത് നിർജ്ജലം പ്രിസ്ക്രൈബ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും അത് നിർബന്ധമില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തി അല്ല എന്ന് ഓർക്കണം. എൻ്റെ പേര് അതിലേക്ക് വലിച്ചഴിക്കരുത്. ഇവിടെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായതാണ്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഭഗവത്ഗീത, അപ്പം നമുക്കിവിടെ നാളെ 64 റൗണ്ട്സ് ചാൻറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഫിസിക്കൽ സത്സംഗം, അതിനകത്ത് 64 റൗണ്ട്സ് ചാൻറ്റിങ്ങും മറ്റ് പല പരിപാടികളും ഒക്കെ ആയിട്ട് ഉണ്ട്. അവധിയും കൂടെയാണ്, പെരുന്നാളിൻ്റെ അവധി തുടങ്ങി ഇന്ന് തൊട്ട്. അപ്പോൾ ഒരു 3 ദിവസം അവധി ഉള്ളതുകൊണ്ട് അതിഗംഭീരമായ പരിപാടി. പിന്നെ ഇതിലെ ചില വളരെ കുറച്ച് പേരെയൊക്കെ ഭാഗവതത്തിൽ കണ്ടായിരുന്നു. ചിലരെ ഒന്നും കണ്ടില്ല. ഗീതാ മാതാജിയെ കണ്ടില്ലല്ലോ കഴിഞ്ഞ ക്ലാസ് ഭാഗവതത്തില. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. അതെ അല്ലേ? അത് പതിവില്ലാത്തൊരു കാര്യം. രാത്രി 9:30 വല്ല വീട്ടിലെ തിരക്കിലങ്ങ് പെട്ടുപോയി. മാതാജി യൂട്യൂബിൽ കണ്ടായിരുന്നോ അത്? കണ്ടു, യൂട്യൂബ് കണ്ടു. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ക്ഷമിക്കണം, മറന്നുപോയതാ. ക്ഷമ ചോദിക്കുന്ന കൃഷ്ണ. ഞാനതൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അത് ഇപ്പൊ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അത് ഓർമ്മ വരുമല്ലോ, അതുകൊണ്ട്. കാര്യം ഭാഗവതം ഒരു കാരണവശാലും മിസ്സാക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കൃഷ്ണ. നമ്മൾ ഭാഗവതത്തിന്റെ മാഹാത്മ്യമൊക്കെ കേട്ട് ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഭാഗവതം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മളൊക്കെ ഭാഗവതം വീട്ടിലിരുന്നാലും അത് യഥാരൂപം അവിടെ തന്നെ ഇരിക്കുകയാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അത് യഥാരൂപം ഇരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ നമ്മളൊരു ക്ലാസ് പോലെ തുടങ്ങിയില്ലെങ്കിൽ അതവിടെ നിന്ന് അനങ്ങത്തില്ല. ഞാൻ പിന്നെ നാട്ടിലിരുന്ന് ഞാൻ കൃഷ്ണകുമാരി മാതാജിക്ക് അയച്ചു കൊടുത്തു, മധുപ്രഭുവിനെ കൊണ്ട്. അതവിടെ വെറുതെ ഇരുന്ന് പോകും, ആരും വായിക്കാനില്ല. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. 18 വോളിയമായിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, ഇവിടെ ഞാനൊരു മാതാജിയുടെ, ഗീതാകായനി മാതാജിയുടെ വീട്ടിൽ പോയി മേടിച്ച് ഫസ്റ്റ് കണ്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വർഷങ്ങളെടുക്കും. അപ്പൊ അത്രയും നാളത്തെ ആയുസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗവതം തീർക്കാൻ പറ്റും. 18,000 ശ്ലോകം എടുത്ത് തീരണമെങ്കിൽ ചില്ലറ കാര്യമല്ലത്. അപ്പം അതുവരെ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നെങ്കിൽ നടക്കും. അപ്പൊ അങ്ങനെ അങ്ങ് പോകാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട്. അപ്പൊ നമുക്ക് 2-ാം അധ്യായത്തിലെ ഒരു 3 ശ്ലോകങ്ങൾ കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു. അപ്പൊ അത് ഇങ്ങനത്തെ ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 64, 65, 66.
64 തുടങ്ങുന്നത് അല്ലേ? അപ്പം നമുക്ക് ആ നോക്കിയേക്കാം എന്താണ് 64-ാമത്തെ ശ്ലോകം എന്ന്. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം 64. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദാമധിഗച്ഛതി. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദാമധിഗച്ഛതി. രാഗദ്വേഷ വിമുക്തൈസ്തു ഇന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദാമധിഗച്ഛതി. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനി ഇന്ദ്രിയൈശ്ചരൻ ആത്മാവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാ മാതാജി. ഹരേ കൃഷ്ണ. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. വിധേയാത്മാ നിയന്ത്രിതമായി സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവൻ. തു ആകട്ടെ രാഗദ്വേഷ രാഗദ്വേഷ വിമുക്തങ്ങളായി ആത്മവശ്യ വഴങ്ങുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ചരൻ അനുഭവിക്കുന്നവനായാലും പ്രസാദം ഈശ്വര കൃപയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അപ്പം നമ്മൾ 2-ാം അധ്യായത്തിൽ നമുക്കറിയാം ഭഗവത്ഗീതയുടെ സംഗ്രഹമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിലുള്ള മുഴുവൻ വിഷയത്തെപ്പറ്റി അതിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റുള്ള അധ്യായങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നതാണ്. കർമ്മയോഗത്തിലെ കുറേ കാര്യങ്ങൾ ഏതൊക്കെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതും വേറൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകം എന്തായാലും നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്മണോപദേശമൊക്കെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇത്ര പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞു പോകുന്നല്ലേ. നമ്മൾ ക്രോധം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസ്ത രക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ള നിതധ്രുവം. മായ കൊണ്ട് നിർമ്മിച്ച ശരീരം എന്ന് പറയുന്നത് വെറും ശരീരമാണ്. അതെന്താണ്? നശിച്ചു പോകുന്നതാണ്, ജീർണിച്ചു പോകുക. എന്താണ്? ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞ് ചിതയിലൊക്കെ ആയി ചാരവും ഭസ്മമായിട്ട് പോകാം അല്ലേ. അപ്പം നമ്മളുടെ എല്ലാം മോഹം എന്താണ്? നമ്മൾ ഈ ശരീരത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ മോഹം എല്ലാം വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ക്രോധത്തിൽ നിന്ന് സമോഹം, അതിൽ നിന്ന് ഓർമ്മപ്പിഴയും. ക്രോധം അങ്ങ് കൂടുമ്പോഴത്തേക്കും പിന്നെ എന്താണെന്നുള്ള ഒരു ഓർമ്മയെ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ബുദ്ധിനാശം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ബുദ്ധി അങ്ങ് വിഭ്രമിക്കുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് കൊണ്ട്. ശരിയായിട്ടുള്ള ബുദ്ധി നടക്കുന്നില്ല. അപ്പം ബുദ്ധിനാശത്താൽ ഭൗതികതയുടെ കയത്തിലേക്ക് വീണ്ടും എന്താണ് നാശം പ്രാപിക്കുന്നു എന്നാണ് കണ്ടത്. അപ്പം ഈ ബുദ്ധി നശിക്കുന്നതുകൊണ്ട് എന്താണ്, ആരെ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, നിസ്സാര കാര്യത്തിന് വഴക്ക് പിടിച്ചിട്ട് മകൻ അച്ഛനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് തകർത്തു, അച്ഛൻ വടിയായി, അല്ലെങ്കിൽ അമ്മയ്ക്കിട്ട്, അല്ലെങ്കിൽ രക്ഷകർത്താക്കളും മക്കൾക്കിട്ട്, ഈ ഒരു രീതിയിലും. അതുപോലെ തന്നെ വെറും 50 പൈസയ്ക്ക് വേണ്ടി ഒരു വാക്തർക്കം ഉണ്ടായിട്ട് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, പത്രത്തിൽ കണ്ടായിരുന്നു. ഒരു കടക്കാരനെ കുത്തിക്കൊന്ന ഒരാള്. അപ്പം അങ്ങനെ വെറും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു നിമിഷത്തെ ക്രോധം, അതുകൊണ്ട് ബുദ്ധിനാശമൊക്കെ ഉണ്ടായി നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ക്രോധം എങ്ങനെ നിയന്ത്രിക്കണം? അപ്പം നമ്മൾ ഈ 64-ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ശിലപ്രഭാതരുടെ വിവർത്തനം ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ് ശിലപ്രഭാത്. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും.
വളരെ വ്യക്തമായിട്ട് പറയുകയാണത് അവിടെ അല്ലേ. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക്, അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഈ രാഗദ്വേഷങ്ങളൊന്നും കാമക്രോധ ലോഭമോഹ മഹമ മത്സരാദികളും അങ്ങനത്തെ അതുപോലെയുള്ള രാഗവും ദേഷ്യവും ഒന്നും തന്നെ ഉണ്ടാകരുത്. അതിൽ നിന്ന് വിമുക്തനായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി, അപ്പം നമ്മൾ ഫൈനലി എന്താണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ആണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ, അപ്പോൾ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തും എന്നുള്ള ആ ഒരു ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് മാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കാരുണ്യം ലഭിക്കും. ഭഗവാന്റെ കാരുണ്യം ലഭിക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം വർഷങ്ങളായിട്ട് ചിലർ തപസ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലേ, തപസ് ചെയ്യുന്ന പ്രാർത്ഥനകൾ വ്രതങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭഗവാന്റെ കരുണ അല്ലെങ്കിൽ കൃപ പെട്ടെന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിതാ ശ്രീവിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി. ഹരിപ്രിയേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനി നാമിനി നമാചാര്യായ പദായ നിത്തായ കൃപാപ്രദായിനി ഗൗരകഥാദാമോദായ നഗരഗ്രാമതാരിണി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സുജന മാതാജി അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിച്ച്. ഭാവാർത്ഥം. ഏതെങ്കിലും ഉത്തമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളതുകൊണ്ട് വിഷയപാദങ്ങളിൽ അനാസക്തനായിരിക്കും. ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വെക്കും. തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട്. വൈഷയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. മാതാജി. അപ്പം നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്, വളരെ വ്യക്തമായിട്ട് ചെറിയ ഭാവാർത്ഥത്തിൽ കൂടെ പ്രഭുപാദർ അത് നമുക്ക് അറിയാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രാഗവും ദേഷ്യവും കാമവും ക്രോധവും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നെന്നും കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അതിന്റെ കാതൽ മാത്രം പറഞ്ഞു. നമ്മളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടു, നമ്മൾ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം അല്ലെ. ഇന്ദ്രിയങ്ങളെ ഭക്തിയുത സേവനത്തിലേക്ക് വ്യാപരിപ്പിക്കണം, ഓരോ ഇന്ദ്രിയങ്ങളെയും. അപ്പം നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും എന്താണ് പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം ഭഗവാനിലേക്ക് വ്യാപരിപ്പിക്കണം.
അത് ഋഷികേശ സേവനം ഭക്തിരുച്യതേ. അതാണ് ഏറ്റവും ഉയർന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇന്ദ്രിയങ്ങളെ നമ്മളെ ഭഗവാന്റെ സേവയിലേക്ക് വിനിയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പൊ അങ്ങനെ വന്ന് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തീർച്ചയായും സാധ്യതയുണ്ട്. പല കൃത്രിമ പദ്ധതികളും ഉണ്ടല്ലേ. കൃത്രിമ പദ്ധതികൾ എന്താണ്? നമ്മൾ പല യോഗയും അങ്ങനെയൊക്കെയുള്ള ചില മെഡിറ്റേഷനും ആ, ആൾ ചില ആൾക്കാരൊക്കെ നമ്മളെ എന്താണ് നമുക്ക് കോൺസെൻട്രേഷനും അങ്ങനെയൊക്കെയുള്ള പല പ്രോസസ്സുകളിലൊക്കെ നമ്മൾ പോകുന്നു അല്ലേ. പല കൃത്രിമ പദ്ധതി, ചില മെഡിസിൻ കഴിച്ചാൽ മതി, ചില ചില ഒരു ബിന്ദുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ 10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് കൃത്രിമ പദ്ധതികൾ. അങ്ങനെ കൃത്രിമ പദ്ധതികളും മറ്റു ചിലർ ഉപദേശിക്കുന്ന പലതും കേട്ടിട്ട് നമ്മൾ ഇന്ദ്രിയ സംയമനമൊക്കെ നമ്മൾ സാധിച്ചു എന്നൊക്കെ നമ്മൾ കരുതിയാലും ഇതേ ഇന്ദ്രിയങ്ങൾ എന്താണ് ഒളിഞ്ഞു കിടക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലേ. അപ്പം നമ്മൾ എന്നാ ഓക്കെ നോൺ വെജ് ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു തീരുമാനം എടുത്തു. ഏതെങ്കിലും കുറച്ച് പ്രോസസ്സ് അല്ലെങ്കിൽ അത് കഴിക്കുന്ന നേരത്ത് നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും തൊട്ടടുത്ത വീട്ടിലൊരു ഇതിൻ്റെ സ്മെൽ അങ്ങോട്ട് കിട്ടും. അപ്പം ഈ ഒരു ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിച്ചപ്പോൾ ഈ ഒരു ഇന്ദ്രിയം എന്താണ് മറ്റൊരു ഇന്ദ്രിയത്തെ നമ്മൾ വീണ്ടും ആ നാവിൽ വെള്ളം മുറി അല്ലേ. മൂക്കിൽ കൂടെ അതിൻ്റെ സ്മെൽ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ നാവിൽ വെള്ളം മുറി. അപ്പം നമ്മൾ ആ പിടിച്ചു വെച്ച് കെട്ടിവെച്ചിരുന്ന ആ ഇന്ദ്രിയത്തിന് എന്താണ് സംഭവിച്ചത്? ആ ഇന്ദ്രിയത്തിന് വ്യതിചലനം സംഭവിച്ചു. അപ്പം കൃത്രിമ മാർഗങ്ങളിൽ കൂടെ എന്താണ് നമ്മൾ ആ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാകാൻ ഒരു പരിധി വരെ സാധിച്ചെങ്കിലും അത് അവസാനം ഒരു ഫെയിലിയർ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് ഒരു പതനത്തിന് സാധ്യത ഉണ്ട് എന്ന് ശ്രീല പ്രഭുപാദരിവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നു. അപ്പൊ കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും. അപ്പം നമ്മൾ കാണാം, നമ്മളെല്ലാവരും തന്നെ ഗൃഹസ്ഥരാണല്ലേ. കൃഷ്ണാവബോധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും തന്നെ നമ്മൾ മറ്റു പല വിഷയങ്ങളിൽ വ്യാപൃതരാണ്. നമുക്കിപ്പം എൻ്റെ ഓഫീസിൽ ഞാൻ കൃഷ്ണാവബോധസ്ഥനാണെന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് വരുവാണ്, എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ചർച്ച വരികയാണ്. അപ്പോൾ എനിക്ക് അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതിനകത്ത് നുണ പറയേണ്ടി വരും, ചിലപ്പോൾ ചിലരോട് ദേഷ്യപ്പെടേണ്ടി വരും, ചിലപ്പം എന്താണ് പറയേണ്ടത്, അങ്ങനെ പല സാഹചര്യങ്ങളും പലതും ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ആണെന്ന് തോന്നുവാണെങ്കിൽ പോലും അതുപോലെ തന്നെ എന്താണ് നമ്മൾ വീട്ടിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വഴക്കുണ്ടാകും, അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ ശാസിക്കും, ചിലപ്പം മറ്റു പല സാഹചര്യങ്ങളും വീട്ടിലുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ ആസക്തനാണെന്ന് തോന്നുന്നു എങ്കിലും കൃഷ്ണാവബോധസ്ഥനായതുകൊണ്ട് മാത്രം എന്താണ് ആ വിഷയബോധങ്ങളിൽ അനാസക്തമായിരിക്കും. അതിൻ്റെ അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളിൽ ഇദ്ദേഹം ഒരിക്കലും ആസക്തനാകത്തില്ല, അനാസക്തനായിരിക്കും. അപ്പോൾ അതുമൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഓഫീസിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കാര്യം എന്താണ്, ഭഗവാനാണ് മുൻനിർത്തിയാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഈ പ്രവൃത്തി നമ്മൾ അങ്ങനെ ചെയ്തെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വന്നെങ്കിലും വീട്ടിൽ ഗൃഹസ്ഥനായതുകൊണ്ട് നമുക്ക് ശകാരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ദിവസം പിണങ്ങി ഇരിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രതിപ്രവർത്തനം ഞാൻ അതിന് നന്മ മാത്രമാണല്ലോ ഉദ്ദേശിച്ചത്. ഞാൻ ഭഗവാനെ മുൻനിർത്തി ആണല്ലോ ചെയ്തത്. ഭഗവാനാണ് ഇതിൻ്റെ ഫലം തരുന്ന ആള്. ഭഗവാന്റെ ഇച്ഛ എന്തായാലും അതാണ് നടക്കുന്നത് എന്നുള്ള ബോധത്തിലോട് കൂടിയിരിക്കുന്ന ഒരാള് ഇതിൽ അനാസക്തനാകും. ഇതിൻ്റെ ആസക്തി മൂലം എന്തുണ്ടായി എന്നുള്ള ആ ഒരു വ്യതിചലനം അല്ലെങ്കിൽ ആ ഒരു വിഭ്രമം അയാൾക്ക് ഉണ്ടാകില്ല. ചിത്തനായിട്ടായിരിക്കും അയാൾ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നുണ്ടെന്ന് മറ്റൊരാൾ പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞ് തോന്നിയെങ്കിൽ അയാൾ ഇതിൽ ശരിക്കും അനാസക്തനായിരിക്കും. ഭക്തന്റെ താല്പര്യം എപ്പോഴും കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. അപ്പൊ ഭക്തന്റെ പരമമായ ലക്ഷ്യം എന്താണ്? കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക. കൃഷ്ണന്റെ താല്പര്യം എന്താണ്? അത് നടത്തുക എന്നുള്ളതായതുകൊണ്ട് മറ്റെല്ലാം എന്താണ്? ലോവർ ടേസ്റ്റ് ആണ്. ഇത് ഹയർ ടേസ്റ്റ് ഉള്ളിടത്ത് ലോവർ ടേസ്റ്റ് എന്താണ്? അപ്രസക്തമാണ്. അപ്പൊ അതിൽ നിന്ന് അതുകൊണ്ട് ആസക്തികളിൽ നിന്നും അദ്ദേഹം എപ്പോഴും മുക്തനായിരിക്കും. കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്തും അദ്ദേഹം ചെയ്തേക്കും.
അപ്പൊ കൃഷ്ണന് സമ്മതമായി ആണെന്നുണ്ടെങ്കിൽ എന്താണ് സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്തോ അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇഷ്ടമില്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനുള്ള ഇടത്ത് അത് വേണ്ടെന്നും വെക്കും. അപ്പൊ എങ്ങനെയാണ് കൃഷ്ണന്റെ ഹിതം നമ്മൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് രതിദേവി മാതാജി ഇവിടെ പറയുന്ന ഈ സെന്റൻസ് നമുക്ക് കൃഷ്ണനോട് ചോദിക്കാൻ പറ്റുമോ? കൃഷ്ണൻ അഭിമതമാണെങ്കിൽ, അതായത് കൃഷ്ണന് സമ്മതമാണെന്നുണ്ടെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ എന്തും അദ്ദേഹം ചെയ്തേക്കും. എന്നാൽ കൃഷ്ണൻ ഇഷ്ടമില്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനുള്ള ഇടയുള്ളത് വേണ്ടെന്നും വെക്കും. നമ്മളിപ്പോൾ അത് നോർമലി ഒരു കാര്യം ചെയ്യാനായിട്ടിരുന്ന, പക്ഷെ അത് കൃഷ്ണൻ ഇഷ്ടമല്ല എന്ന് കണ്ടതുകൊണ്ട് അത് നമ്മൾ ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന്. അതെന്തായിരിക്കും ഗീതാ മാതാജി? ആർക്കെങ്കിലും പറയാമോ ഈ പറഞ്ഞ ഇതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരും. ഭഗവാൻ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് നടക്കാത്ത രീതിയിൽ സാഹചര്യങ്ങൾ വരും. അപ്പൊ അത് അങ്ങനെ നമുക്ക് മനുഷ്യരല്ല, നമുക്ക് അത് ഭഗവാൻ ഇഷ്ടമുള്ള കാര്യമല്ല, അത് പോട്ടെ എന്ന് നമ്മൾ വെക്കുക. അതുപോലെ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും വരും. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഉദാഹരണങ്ങൾ എന്തെങ്കിലും മാതാജിക്ക് തോന്നുന്നുണ്ടോ? ഇത് കൃഷ്ണന് ഇഷ്ടമില്ലാത്ത കാര്യം, നമ്മളൊരു കാര്യം ചെയ്യാനിരുന്നു, പക്ഷെ ഭഗവാന് ഇഷ്ടമല്ലാത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് കുറച്ച് ദൂരെ പോയി, എൻ്റെ ചെറിയ ബുദ്ധിയില്ല, കുറച്ച് ദൂരെ പോയി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് ബസ് കിട്ടിയില്ല എന്ന് വരും, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യം ശരിയായില്ലെന്ന് വരും, പോകാൻ പറ്റിയില്ലെന്ന് വരും. അപ്പൊ അത് ഭഗവാന്റെ ഇച്ഛയാണ്, അത് വേണ്ട എന്നുള്ളത് എന്ന് നമ്മൾ മനസ്സാ അങ്ങനെ വിചാരിക്കുക. മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. അതെ. ചെയ്യണമെന്നുണ്ട് അങ്ങനെ നമ്മള് ഞാൻ അതെ, ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് പറയും നമ്മൾ തീരുമാനിക്കുന്നത് അടുത്ത ആഴ്ച പോകണം. ആ. യാദൃച്ഛ്യ പോകാൻ പറ്റാതാവുന്നു, അല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുന്നു. അപ്പോ ഞാനാണെങ്കിൽ പറയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട, അതുകൊണ്ടായിരിക്കും എനിക്ക് പോകാൻ പറ്റാത്തതെന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. ഭഗവാൻ പറഞ്ഞു നീ ഇപ്പം വരണ്ട, അതുകൊണ്ടായിരിക്കാം എനിക്ക് പോകാൻ പറ്റാത്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്റെ ഒരു രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മള് യമനിയമങ്ങൾ ഭഗവാൻ പാലിക്കുന്നത് തന്നെ ആ. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. യമനിയമങ്ങൾ നമ്മൾ പാലിക്കുന്നത് അതെ. നമുക്ക് ഭഗവാൻ അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ അത് പാലിക്കുന്നത്. ചിലപ്പോൾ നമുക്കത് ചില സാഹചര്യങ്ങൾ വീട്ടിൽ ചിലപ്പോൾ അനുകൂലം അല്ലെങ്കിലും കൂടി ഭഗവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മള് ചെയ്യാൻ വേണ്ടി നമുക്കതൊരു ഇത് തോന്നും. ഹരേ കൃഷ്ണ. അപ്പം മൂന്നുപേരും നല്ല റിയലൈസേഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തിൽ ഇങ്ങനെ ചർച്ച വേണം. ഇങ്ങനെ ഇപ്പൊ മൂന്ന് പേര് അഭിപ്രായം പറഞ്ഞല്ലേ, മൂന്നും ശരിയാണ്. ഇപ്പം രാധിക മാതാജി പറഞ്ഞതാണ് ഒന്നുകൂടെ കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേതും ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞതിൽ നിന്ന് ശാസ്ത്രവും അല്ലെങ്കിൽ വേദങ്ങളും അല്ലെങ്കിൽ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടിയപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രവൃത്തികൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തതെന്ന് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. അപ്പം ഭഗവാൻ ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറയും. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടമുള്ളത് എന്തോ അതാണ് ധർമ്മം, അല്ലേ? അപ്പം ഞാൻ ധർമ്മത്തെ പറ്റിയൊക്കെയുള്ള അത് ഞാൻ നമ്മുടെ മനോഹർ ഗൗരദാസ് പ്രഭുവിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ നമ്മൾ ഗ്രൂപ്പിലുള്ളത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഒരു 2-3 ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഓർക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? വായിക്കണം. അത് വായിച്ച് അത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പൊ ഏകദേശം 10-75 ചോദ്യങ്ങളായി. നിങ്ങൾക്ക് എല്ലാം കൂടെ തന്നു കഴിഞ്ഞാൽ ആരും വായിക്കത്തില്ലാത്തതുകൊണ്ടാണ് ഞാനത് 2-3 തരുന്നത്. ഏകദേശം ഞാനത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു വേർഡ് ഫയലിലാക്കി കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം 100 ആയി കഴിഞ്ഞാൽ ഞാൻ വേർഡ് ഫയൽ അയച്ചു തരാം. അന്ന് വെച്ചിട്ട് നിങ്ങളത് നോക്കാതെ വായിക്കാതെ ഇരിക്കരുത്. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2-3 വീതം ചോദ്യവും ആൻസറും. അതിലെ 90% ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിച്ചതാണ്. അപ്പം നിങ്ങളൊക്കെ അത് നോക്കണം. അപ്പം നമ്മൾക്ക് ഈ അറിയാം ധർമ്മസ്തു സാക്ഷാത് ഭഗവത് പ്രണി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഭഗവാൻ ഇഷ്ടമുള്ളതാണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലായത്? ആചാര്യന്മാർ പറഞ്ഞു, വേദങ്ങൾ പറഞ്ഞു, അല്ലേ? അപ്പൊ അത് അങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തില്, അതായത് നമ്മളിപ്പം കുറെ കൂട്ടുകാരൊക്കെ ഇരുന്ന സാഹചര്യത്തില് നമുക്ക് എന്താണ് ചെയ്യുന്നത്? അവരെല്ലാവരും, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം, അവരെല്ലാവരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കമ്പനിയിലെ ഓഫീസിൽ എല്ലാവരും ഇരുന്ന ഒരു ഫംഗ്ഷൻ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്നെ നിർബന്ധിക്കുന്നു ഇങ്ങോട്ടിരുന്ന്. അപ്പോൾ ഞാനത് ഇല്ലാന്ന്, അപ്പോൾ എനിക്ക് കൃഷ്ണാബോധസ്ഥനാണെന്നൊന്നും അവിടെ പറയാനായിട്ട് പറ്റത്തില്ല. ഇത് കഴിക്കാൻ പാടില്ല, നിഷിദ്ധമാണ്, യമനിയമമാണ്, ഇങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. അപ്പം
ഇത് നീ ഒരു 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 തുള്ളി അങ്ങ് രുചിച്ച് നോക്കി, ഇതിൽ എന്താണ് ഇത്ര കുഴപ്പം, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധിച്ചിട്ട് എൻ്റെ വായിൽ ഒഴിച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിനെ അലവ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചു. പക്ഷെ ഞാൻ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ, അവരെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയെങ്കിൽ, അത് ഞാൻ എന്താണ് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഞാൻ വിധേയമാക്കി. ബാക്കി കാര്യം ഭഗവാനിലാണ്. കാര്യം ഇവരൊന്നും അല്ല ആത്യന്തികമായി നമ്മുടെ സുഹൃത്തും അഭേദകാംക്ഷ ഭഗവാനാണ്, അല്ലേ? അപ്പം നമുക്ക് വേറൊരു കാര്യം തന്നെ ഓർക്കാം. നമുക്കിപ്പം ഈ ആൾക്കാരോടൊക്കെ ഞാൻ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ഇല്ലായിരിക്കും, ഒരു 10 പൈസയുടെ വരുമാനം ഇല്ല, എനിക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. ഇവരോട് ആരോടെങ്കിലും ഒരു 10 പൈസ കടം ചോദിച്ചാൽ അവർ തരുമോ? ഇല്ല. പക്ഷെ ഒരു കുപ്പി മദ്യം മേടിച്ചു തരാൻ പറഞ്ഞാൽ അവർ തരും. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചു തരാൻ പറഞ്ഞാൽ അവർ തരും. പക്ഷെ ഇവരാരും ഞാൻ വിശന്ന് ഞാൻ 2 ദിവസമായി പട്ടിണിയായിട്ട് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ തരാമെന്ന് ചോദിച്ചാൽ ഇവരാരും തരില്ല. വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന 50 പൈസയുടെ ഒരു എന്താണ് നിർത്തി വെച്ച ഒരു കോയിൻ എടുത്ത് കൊടുക്കും, ഒരു 10 പൈസ വിലയില്ല. നമ്മൾ ഭിക്ഷ കൊടുക്കുന്നത് കാണത്തില്ലേ, അങ്ങനത്തേത് കൊടുക്കുക. അവർക്കൊരു ഉപകാരം ഇല്ലാത്ത രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ പോലും കൊടുക്കാനായിട്ട് ആരും തയ്യാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യം എന്താണ്, ഫൈനലി അതിന്റെ എന്താണ്, നമ്മൾ അധപ്പതിച്ച് പോകാൻ വേണ്ടിയിട്ട് അവരെല്ലാം നമ്മളെ സഹായിക്കും, അല്ലെ? മദ്യപിച്ചോ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞ വേറെ ഏതെങ്കിലും രീതിയിൽ. ഹരേ കൃഷ്ണ. എന്താ സുജന മാതാജി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇവിടെ ആ, സോറി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അപ്പൊ ഭഗവാൻ ഇച്ഛയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ്, നമുക്ക് ആചാര്യന്മാരും ആചാര്യവാണിയിൽ നിന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഭഗവാനുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പരമാത്മാവ് മനസാക്ഷിയായി നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കും. ഇതാണ് ചെയ്യേണ്ട കാര്യം. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി, അത് അല്ല പ്രഭു, നമുക്ക് എന്ത് ചെയ്താലും തെറ്റും ശരിയും നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താണ്, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം കൂടി നമ്മളെ ആകെപ്പാടെ നമ്മളെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അല്ലെ? അത് ചെയ്യണോ വേണ്ടയോ ഇങ്ങനെ 50-50 നിൽക്കുകയാണ്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് ഉള്ളിലിരുന്ന് മനസാക്ഷിക്കുത്തം ഉണ്ടായെന്നൊക്കെ ചിലർ പറയത്തില്ലേ? നമ്മളെയൊക്കെ പല കാര്യങ്ങളിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആരാണ്? ഈ മനസാക്ഷി എന്ന് പറയുന്നത് സാക്ഷാൽ പരമാത്മാവാണ് ഹൃദയത്തിൽ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ചിലർ പറയും, നിനക്കും ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ എന്നൊക്കെ ചോദിക്കാം. അറ്റ്ലീസ്റ്റ് ഒരു മനസാക്ഷി ഇല്ലേ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം ആരാണ് ആയിരിക്കുന്ന? പരമാത്മാവായിട്ട് ഭഗവാനാണ് ഈ സാക്ഷിയായിട്ട് നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ആ ഒരു പരമാത്മാവിന്റെ പ്രചോദനത്തിലാണ് നമ്മൾ മോശമായ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നത്, അല്ലേ? നമ്മളിങ്ങനെ 50-50 സാഹചര്യങ്ങൾ എങ്ങനെയാ നമ്മളെ ഇങ്ങനെ സമ്മർദ്ദത്തിൽ ഇങ്ങനെ പെടുത്തും. ചെയ്യണോ വേണ്ടയോ. അപ്പൊ അവസാനം നമ്മളെ എന്താണ്, ഇത് തുലനം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സാണോ ബുദ്ധിയാണോ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്, അത് ജയിക്കും, അല്ലേ? അപ്പൊ ഈ മനസ്സും ബുദ്ധിയും കൂടി ഇങ്ങനെ ആ ബുദ്ധിയെ ഭഗവാൻ നിയന്ത്രിക്കുകയാണെങ്കിൽ, പരമാത്മാവ് നിയന്ത്രിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. മനസ്സാണ് സാധാരണഗതിയിൽ നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളുടെ 6ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സല്ലേ. മനസ്സാണ് ഉയർന്നു പോകുന്നത്, ബുദ്ധി പറയുന്നത് കേൾക്കാൻ പോവാറില്ല. അപ്പൊ മനസ്സ് എപ്പോൾ എന്താണ് ആധിപത്യം സ്ഥാപിച്ച് നമ്മൾക്ക് അനുവദനീയമല്ലാത്ത അല്ലെങ്കിൽ അഭിലഷണീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് പിന്നീട് അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മനസ്താപം എന്ന് പറഞ്ഞ ഒരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലേ? അന്ന് എനിക്ക് തോന്നലുണ്ടായതാണ്. അന്ന് അങ്ങോട്ടേക്ക് രതിദേവി മാതാജി പറഞ്ഞ പോലെ അന്ന് പോകണ്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ പോയത് കാരണല്ലേ ഈ വഴിയിൽ വണ്ടി ടയർ പഞ്ചറായിട്ട് കിടന്നു. ഈ പാതിരാത്രിക്ക് ഇവിടെ ആരുമില്ല, ഞാൻ എങ്ങനെ പോകും? ഞാൻ ഒറ്റയ്ക്കാണ്, ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ഇറങ്ങിയത്. അപ്പം ഭഗവാൻ എനിക്ക് തോന്നലുണ്ടാക്കിച്ചു, ഗുരുവായൂരമ്പലത്തേക്ക് പോകണ്ട, ഇന്ന് മഴ ഇടിയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ദുശകനം പോലെ എനിക്ക് തോന്നിച്ചു, പോകണ്ടെന്ന് തോന്നിച്ചു. ഒന്ന് പോകണ്ട, ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് വിചാരിച്ചങ്ങ് ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ പിന്നെ അങ്ങ് എന്തിനാ ചാടി പുറപ്പെട്ടത്? അപ്പൊ ഇങ്ങനത്തെ ഒരു തോന്നലുണ്ടായി നമുക്ക് പിന്നീട് മനസ്താപം ഉണ്ടാകും. അപ്പൊ നമ്മള് ഭഗവാനെ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്താണ്, ഈ പരമാത്മാ ശക്തി ഈ ബുദ്ധിയെ നിയന്ത്രിച്ച്, ബുദ്ധി മനസ്സിനേക്കാളും മേലെ നിൽക്കും. ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മനസ്സിന്റെ അടിമയാണ് എന്താണ് സാധാരണഗതിയിൽ ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ഈ അവബോധം എല്ലാം. അപ്പൊ അത് മനസ്സിന്റെ അടിമയാകാതിരിക്കാൻ മനസ്സിനെ നമ്മൾ ജയിക്കണം. അപ്പൊ മനസ്സിനേക്കാളും ഉപരിയായിട്ടുള്ള ആ ഒരു, അതായത് ഹയർ ടേസ്റ്റിലേക്ക് നമ്മളെ പിടിക്കണം. ഹയർ ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെയൊക്കെ നാഥനായ ഭഗവാൻ നമ്മളെ അതിന് സഹായിക്കും. ഓക്കെ. അപ്പോൾ തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്ക് മേൽ നിയന്ത്രണമുണ്ട്.
കണ്ടോ, വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ തന്റെ പ്രവൃത്തികളൊക്കെ തന്നെ കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമായതുകൊണ്ട് അവയ്ക്ക് മേൽ കൃഷ്ണന് നിയന്ത്രണമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കരുത് ഇതൊന്നും നിയന്ത്രണയിൽ ആരും ചോദിക്കുന്നില്ല എന്നൊക്കെ, അല്ലേ? എല്ലാം കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതെല്ലാം കാര്യം അദ്ദേഹം സാക്ഷിയാണ്, സംസാരിക്കില്ല, ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്, എന്ത് കാര്യങ്ങളാണെങ്കിലും. അപ്പം അപ്പം വൈശിക മേഖല, അതായത് വിഷയാസക്തനാണെങ്കിൽ കൂടിയും ആ, ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. അപ്പൊ കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഒരു ഭക്തന് ഭഗവാന്റെ കിട്ടുന്ന അഹൈതുകമായ കാരണം, ഒരു ഹേതുവും ഇല്ലാത്ത, ഭഗവാന് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഇല്ല, അല്ലേ? പക്ഷെ ആ ഭഗവാൻ ഭക്തനോട് തോന്നുന്ന ഒരു ഭയങ്കര അഹൈതുകമായ കരുണയുടെ ഫലമായിട്ടാണ് കൃഷ്ണാവബോധം നമുക്ക് തരുന്നത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസാഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസാഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസാഹ്യാശു ബുദ്ധി പരവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. പ്രസാദേ, ഭഗവാന്റെ അഹൈതകമായ കാരുണ്യം ഉണ്ടാകുമ്പോൾ അസ്യ, അവന് സർവ്വദുഃഖാനാം, സകല ദുഃഖങ്ങളുടെയും ഹാനി, നാശം, ഉപജായതയെ സംഭവിക്കുന്നു. ഹി, എന്തെന്നാൽ പ്രസന്ന ചേതസ, പ്രസന്ന ചിത്തന്റെ ബുദ്ധി ആശു, പെട്ടെന്ന്, പര്യവതിഷ്ഠതയെ, വേണ്ടും വണ്ണം ഉറച്ചു നിൽക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് കി ജയ്. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസമിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ഇതിന് ഭാവാർത്ഥം ഇല്ല ഈ ശ്ലോകത്തിന്, കാര്യം എല്ലാ ഇതിലൂടെ കൂടി പറഞ്ഞു വെച്ചിരിക്കുന്ന ആയതുകൊണ്ട്, മുൻപേ ഉള്ള ശ്ലോകങ്ങളുടെ എല്ലാം കൂടെ കൂടി ഒരു സമ്മറി ആയതുകൊണ്ട് ഇതിന് ഭാവാർത്ഥം പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനാണെന്ന് എന്താണ്? ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളെ നമ്മളങ്ങ് അനുസരിച്ച് നിന്ന് കൊടുത്താൽ മാത്രം മതി, അല്ലേ? അപ്പൊ അങ്ങനെ തൃപ്തനായ ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ്, ഭഗവാന്റെ കരുണ കിട്ടുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. അങ്ങനെ കരുണ കിട്ടുന്ന ഒരാൾക്ക്, കരുണ കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ തൃപ്തിയാകും, അല്ലേ? നമുക്ക് സംതൃപ്തനാകും. അങ്ങനെ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. എന്തൊക്കെയാണ് ത്രിവിധ ക്ലേശങ്ങള്? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അതെ. അപ്പം ഈ നമ്മളെ ഭൗതിക പ്രകൃതി മൂലമുണ്ടാകുന്ന ക്ലേശങ്ങൾ, ഭൂകമ്പം, അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ, അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ, നമ്മൾ മറ്റുള്ള ജീവജാലങ്ങൾ മുഖാന്തരം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതാണ് ത്രിവിധ ക്ലേശങ്ങൾ. പിന്നെ എന്താണ്, നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ. മനസ്സ് തന്നെ നമ്മളെ ഒരുപാട് ഇതുണ്ട്. ആധ്യാത്മിക ക്ലേശങ്ങൾ, ആദി ഭൗതിക, ആദി ദൈവിക, പിന്നെ ദൈവമായിട്ട് തന്നെ കുറച്ചുകൊണ്ട് തരുന്നത്. പിന്നെ എന്താണ്, മറ്റ് ജീവജാലങ്ങൾ, അങ്ങനെ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ, ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് ഉള്ള പ്രതിപ്രവർത്തനങ്ങൾ എന്തുണ്ട്, ഉണ്ടാകുന്നില്ല, ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ കാര്യം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത്
നമുക്കറിയാം എത്രയോ ജീവജാലങ്ങളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ കൃഷ്ണാവബോധസ്ഥരാണെന്ന് വെച്ചിട്ട് ഒരു പ്രകൃതി ശോഭ ഉണ്ടാവുകയാണ് അവിടെ അല്ലേ. നമ്മളെ മാത്രമായിട്ട് അവിടെ ഒരു ഐലൻഡിലാക്കിയിട്ട് ഭഗവാൻ ബാക്കിയുള്ളവരെല്ലാം കൊണ്ടുപോകും. അങ്ങനെയൊന്നുമില്ല അല്ലേ. അങ്ങനെയുണ്ടോ? ഒരു ഫ്ലൈറ്റ് തീ പിടിക്കുക, അവിടെ ഒരു കൃഷ്ണഭക്തൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് തീ പിടിക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ ഒരു പക്ഷേ ഭഗവാന്റെ അഹൈതക കാരുണ്യം കൊണ്ട് ചിലപ്പം ഒഴിവായേക്കാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് അപകടമോ ചിലപ്പോൾ കുറച്ച് വൈഷ്ണവരുള്ളത് കൊണ്ട് മാത്രം ചില സമയത്ത് സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഫ്ലൈറ്റിന്റെ ചെറിയൊരു അപകടം, വലിയൊരു അപകടം ഉണ്ടാകുന്ന വളരെ ചെറുതായിട്ട് എന്താണ് ആ റൺവേയിൽ വെച്ചിട്ട് ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അതങ്ങ് സോൾവ് ആയി. കാര്യം എന്താണ്, കുറച്ച് വൈഷ്ണവർ അതിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭക്തരുണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു കണ്ണിൽ കൊള്ളാനുള്ളത് നോക്കിക്കൊണ്ടേ അല്ലെങ്കിൽ പുരികത്തിൽ കൊണ്ടുപോയി മാറിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ സുനാമി ഇങ്ങോട്ട് വന്നു. സുനാമി ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഭഗവാന്റെ അത്ഭുതങ്ങളോ അതിശയങ്ങളോ നമുക്ക് സംഭവിച്ചു. അതായത് തിരുവനന്തപുരത്ത് അത് സംഭവിച്ചില്ല. കാര്യം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത് കൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങോട്ടേക്ക് അത് കൂടുതൽ അടിച്ചില്ല ആ ഒരു ഭാഗത്തേക്ക്. പിന്നെ എന്താണ്, നമുക്ക് ഗുരുവായൂരപ്പൻ ഉള്ളത് കൊണ്ട് ഗുരുവായൂരും കടൽ തീരാണ് അല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അങ്ങോട്ടേക്കും അടിച്ചില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കൃപകളും കാരുണ്യവും ഉണ്ട്. അല്ലാത്തത് എന്താണ്, ഇപ്പം വയനാട്ടിൽ ഭൂകമ്പം ഉണ്ടായി, അവിടെ കൃഷ്ണഭക്തൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിയില്ല അല്ലേ. എന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായി, ഉരുൾപൊട്ടൽ അല്ലേ. എന്നിരുന്നാൽ തന്നെയും ഒരു കൃഷ്ണഭക്തനെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഒഴിവാക്കുന്നില്ല. അവൻ ആ ദുരന്തത്തിൽ പെട്ടുകഴിഞ്ഞാൽ തന്നെയും അവനെ എത്തേണ്ടിടത്ത് ഭഗവാൻ എത്തിക്കുന്നു. ഭഗവാന്റെ അഹൈതകമായ കരുണയും കാരുണ്യം കൊണ്ട് എന്താണ്, അവൻ ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചതായി നമ്മൾ സാമാന്യബോധമുള്ളവർ തോന്നിക്കാണ് ഇവനെ ഭഗവാൻ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തില്ലെന്ന്. ഭഗവാൻ അറിയാം ഇവന്റെ പ്ലാറ്റ്ഫോം എവിടെയാണ് എന്നുള്ളത്. ഇവന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചാൽ എന്താണ്, മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ എന്താണ്, ഞാൻ അവനെ കൊണ്ടുപോകാനുള്ള സേഫ് ആയിട്ടുള്ള കസ്റ്റഡിയിലേക്ക് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം നമുക്ക് വിചാരിച്ചാൽ മതിയില്ല. കാര്യം ഭഗവാൻ അറിയാം എന്താണ്, അതായത് ഭൗതികമായിട്ട് ഈ കാണുന്ന ഒന്നുമല്ല യാഥാർത്ഥ്യങ്ങൾ എന്ന്. അപ്പൊ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ട് നമ്മൾ എന്താണ് ഭഗവാനെ കൂടുതൽ എന്താണ് വിമർശിക്കാനോ അതിനൊന്നും കാര്യമില്ല. ഭഗവാൻ ഈ കള്ളന്മാരുടെ എല്ലാം പഠിച്ച കള്ളനല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ പരിക്കുകൾ ഉണ്ടായാലും നിസ്സാരമായി വരും. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അതിനുള്ള രക്ഷപ്പെടുത്താൻ ഒരാളെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. അല്ലെ അദ്ദേഹത്തിന്റെ ശവം കണ്ടുപിടിക്കാൻ ഒരു പട്ടിയെങ്കിലും ചെന്ന് ഇതാണ് ബോഡി എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യും, ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, മണ്ണ് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശരീരം കിട്ടി അത് ദഹിപ്പിക്കാനുള്ള കരുണയെങ്കിലും കിട്ടും. ചിലരുടെ ഇങ്ങനെ തന്നെ ശരീരം പോലും കിട്ടത്തില്ല, അതൊരു അന്ത്യകർമ്മം പോലും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ എത്തും ചിലർക്ക്. പക്ഷെ കൃഷ്ണാവതസ്ഥനായ ഒരാൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല. ഏത് പരിതസ്ഥിതിയിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഭഗവാന്റെ കരുണ കൊണ്ട് അതെല്ലാം അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ, ആനുകൂലേന കൃഷ്ണാനു സേവനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഭഗവാന്റെ ആനുകൂല്യത്തിന് നമ്മൾ വിധേയമാകും. അവ സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അപ്പൊ ഈ ഒരു എന്താണ് അവബോധത്താൽ ഈ ഒരു പ്രത്യേക ആ ഒരു കരുണയുടെ ആ ഒരു തലത്തിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അയാൾ എന്താണ് അവിടെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ആ ഒരു സ്ഥായിയായ സ്ഥാനം, ആ ഒരു സ്ഥാനം, അതായത് ഭഗവാൻ ഈ ഒരു ഭക്തനാണെന്ന് കൽപ്പിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വിചാരം വന്ന് നമ്മൾ ഭഗവാന്റെ അടുത്ത ആളാണെന്ന് വെച്ചാൽ അഹങ്കരിക്കുകയല്ല. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു അതെല്ലാം ഭഗവാന്റെ ഇച്ഛ മൂലമാണ് എന്ന് ഭഗവാനുമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കുറെ കഴിഞ്ഞ് ജപസിദ്ധി കൊണ്ട് നമുക്കൊക്കെ കൈവരും. നമുക്ക് ഭഗവാനോട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, ഭഗവാൻ അതിന് ഉത്തരം തരും. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും നമുക്ക് ഭഗവാനോട് ചോദിക്കുക, ഭഗവാനിന് ഉത്തരം തരുന്ന ഒരു സാഹചര്യം വരും. ഭഗവാൻ മുമ്പിൽ ഇരുന്ന് ഒരു വ്യക്തിയെ പോലെ സംസാരിക്കുകയല്ല, നമ്മളുടെ മനസ്സിൽ ഭഗവാൻ അത് തോന്നിച്ചു തരും. അപ്പൊ ഈ ഒരു സാഹചര്യം വരുന്ന കേസിൽ എന്താണ്, നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. കാര്യം ഏത് പ്രതിസന്ധിയിലും ഭഗവാൻ ഉണ്ട് അതിന് ഉത്തരം തരാനായിട്ട് മുന്നേ നിൽക്കുകയാണ്. നമ്മൾ ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ ഏത് രീതിയിൽ എടുക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ബുദ്ധി ഭഗവാൻ തരുന്നു. ഒരു കാര്യത്തിൽ സമസ്യ ഇങ്ങനെ നിൽക്കുകയാണ്, 3 ഉത്തരങ്ങളാണ്, ഇതുവഴി പോകണം, ഇതുവഴി പോകണം, ഇതുവഴി പോകണം എന്നൊക്കെ. ഏത് രീതിയിൽ പോയാലും പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് നരസിംഹ ഭഗവാനെ ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ മതി അല്ലേ, എത്ര രീതിയിലാണ് മറ്റേ ഹിരണ്യകശിപു വരം മേടിച്ചിരുന്നല്ലേ, ഏതെല്ലാം രീതിയിലാണല്ലേ, അകത്തും പുറത്തും ആകാശത്തും പാതാളത്തും മനുഷ്യനോ മൃഗമോ അതുപോലെ എത്ര എണ്ണാണ് മേടിച്ചല്ലേ, ദേവനോ അസുരനോ മനുഷ്യനോ
അതായത് ഒരു സ്ത്രീ പ്രസവിച്ച ഒരാളാകാൻ പാടില്ല. ഇതെല്ലാം ഭഗവാൻ ഓവർകം ചെയ്തില്ലേ? അപ്പം ഇതൊക്കെ ഭഗവാന് വളരെ നിഷ്പ്രയാസമാണ്. അപ്പോൾ ഏത് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രതിസന്ധി ആണെങ്കിലും അതിന് ഭഗവാന്റെ ഈ പരിഹാരമുണ്ട്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയാലും. അപ്പം അതുകൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന അനുസരിച്ചിട്ട് ഭഗവാൻ നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഉള്ളിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഭഗവാൻ നമ്മളോട് റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഹരേ കൃഷ്ണ. അടുത്തത് 66-ാമത്തെ ശ്ലോകം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതേ ശാന്തി രശാന്തസ്യ കുതാ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തി രശാന്ത്യസ്യ കുതഃ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. ഹരേ കൃഷ്ണ. നാസ്തി ഷിബി മാതാജി, ബുദ്ധിരയുക്തസ്യ ചായുക്തസ്യ ഭാവന. ഷിബി മാതാജി വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തി അശാന്തസ്യ കുതഃ സുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തിരശാന്തസ്യ കുതഃ സുഖം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മളിവിടെ വിവർത്തനം ഭാവാർത്ഥം ശ്രീലപ്രഭാതിന്റെ പദാനുപദ തർജ്ജമ ചെയ്യ ശ്രീലപ്രഭാത്. അയുക്തസ്യ കൃഷ്ണാവബോധമില്ലാത്തവന് ബുദ്ധി ആധ്യാത്മിക ബുദ്ധി ന ആസ്തി ഭവിക്കുന്നില്ല. അയുക്തസ്യ കൃഷ്ണാവബോധവുമായി ബന്ധമില്ലാത്തവന് ഭാവനാച്ച സന്തോഷത്തിൽ ഉറച്ച മനസ്സും ന അസ്ഥി ഭവിക്കുന്നില്ല. അഭാവയത ദാർഢ്യമില്ലാത്തവന് ശാന്തിച്ച ശാന്തിയും ന അസ്ഥി ഭവിക്കുന്നില്ല. അശാന്തസ്യ ശാന്തി ഇല്ലാത്തവന് സുഖം സുഖം കുത എവിടുന്ന്. വിവർത്തനം ഭാവാർത്ഥം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത് ജയ ശ്രീലപ്രഭാത്. പരമപുരുഷനുമായി കൃഷ്ണാബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? അതിന്റെ ഭാവാർത്ഥം ലൈല മാതാജി. കേൾക്കത്തില്ല. കൃഷ്ണാബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. തപോയജ്ഞാദികളുടെ സപ്തഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്കും സമാധാനം ലഭിക്കുകയെന്ന് 5-ാം അധ്യായത്തിൽ ഊന്നിപ്പറയുന്നുണ്ട്. കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല തന്നെ. ഒരു ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് ഏതൊന്നിന്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കിയാൽ സ്ഥിരചിത്തയതാർന്ന സമാധാനം നേടാം. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാത്ത പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും വരിച്ചയാളെ പോലെ ഭവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുത്തുന്നതുമായ ഒരു പ്രശാന്ത അവസ്ഥ എത്ര കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മാതാജി ആ വിലാസിനി മാതാജിയെ കാണുന്നില്ലല്ലോ. അത് അറിഞ്ഞൂടാ. അതല്ല, കുറെ നാളായി കണ്ടിട്ട്. ഞാൻ ഒന്ന് അന്വേഷിക്കാനുണ്ട്, പറ്റിയില്ലായിരുന്നു. നിങ്ങൾ സുഖമൊന്നും ഇല്ലാതിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. കുഴപ്പമില്ല, സുഖമൊക്കെ തന്നെ. വേറെ ഏതോ ഒരു ക്ലാസ്സിൽ പോണം, അപ്പൊ അതുകൊണ്ടായിരിക്കും കേറാൻ പറ്റാത്തത്. ഭാഗവത്തിലും കണ്ടില്ല, ഇതിലും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
അപ്പൊ എന്താണ് നമ്മളിവിടെ കണ്ടത്? പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അപ്പോൾ മുമ്പേ പറഞ്ഞ തന്നെ ഒന്നുകൂടെ പല ആവർത്തി നമ്മൾ ഉറച്ച് പറയുവാണ്, ഭഗവാൻ ഉറപ്പിച്ച് പറയുവാണ്, പരമപുരുഷനുമായി ബന്ധപ്പെടാത്ത ഒരാൾക്ക് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അപ്പം സാധാരണക്കാരായുള്ള ആൾക്കാരൊക്കെ തന്നെ എന്താണ്? മായയിലാണ് ജീവിക്കുന്നത്, അല്ലേ? മായയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? എന്തെങ്കിലും മായ എന്ന് പറഞ്ഞാൽ ചാഞ്ചല്യല്ലേ, ഇല്ലാത്തത് ഉണ്ട് എന്ന് നമ്മൾ തോന്നിക്കുന്നതാണല്ലോ മായ. അപ്പൊ അതുകൊണ്ട് ഉറച്ച മനസ്സ് അവർക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ? അപ്പം അതില്ലാതെ സമാധാനം കൈവരിക്കാനായിട്ട് സാധ്യവുമില്ല. ഉറച്ച മനസ്സില്ലാതെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് സാധ്യമുണ്ടോ? നമ്മളിപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു ധ്യാനത്തിൽ ഇരിക്കാന്ന് വെച്ചൊന്ന് അവിടെ ഇരുന്ന് നോക്കി, എന്തെല്ലാം ചിന്തകളും പ്രശ്നങ്ങളുമാണ് വന്നുകൂടുന്നത്, അല്ലേ? വെറുതെ സമാധാനമായിട്ട് നമ്മളിപ്പം ഫോണെല്ലാം ഓഫ് ചെയ്തു, ഒരു മുറിയിൽ പിള്ളേരുടെ ഒന്നും ഒച്ചയില്ലാതെ ഒരു മുറിയിൽ കയറി കഥ അടച്ചിട്ട് നമ്മളെന്നാൽ വെറുതെ ഒന്ന് ധ്യാനത്തിൽ ഇരിക്കാന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ രണ്ട് കൈയുടെ ഒന്ന് ഇങ്ങനെ എടുത്തെന്ന് വെച്ച് ഒന്ന് ഇരുന്ന് നോക്കി, എന്താ സംഭവിക്കുന്നത്? ഒരു 10,000 കൂട്ടം ചിന്തകൾ. നമ്മൾ ഈ കുട്ടികളുടെ കലവിലെയും നമ്മൾ ഈ മൊബൈലും ടി വി എല്ലാം നമ്മൾ എന്താണ് അവരെയൊക്കെ വെറുതെ കുറ്റം പറഞ്ഞല്ലേ? ശരിക്കും നമ്മുടെ മനസ്സ് തന്നെ പ്രക്ഷുബ്ധമാണ്. ഹരിനാമം ജപിക്കാനായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകളാണ് വരുന്നതെന്ന് കൈയും കണക്കും. ലോകത്തിൽ എത്ര മോശം ചിന്തകളുണ്ടോ അതെല്ലാം കൂടെ വരും. അപ്പോൾ അത് ആചാര്യന്മാർ പറഞ്ഞത് ഈ പൊടിപടലങ്ങളെല്ലാം പറന്ന് പൊങ്ങുന്നതാണ്. അത് പിന്നീട് എന്താണ്? ഹരയാണ് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോൾ അത് പൊടിപടലങ്ങൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി അടിയും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും ഈ ചിന്തകളും ഇതൊന്നും തന്നെ നമുക്ക് മനസ്സമാധാനം തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ വെറുതെ ഇരിക്കുക, ഈ ശല്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് വെറുതെ ഇരിക്കാനോ സമാധാനിക്കാനോ സാധ്യമല്ല. നമ്മൾ ഈ ചിന്തകളുടെയൊക്കെ അടിമയായി നമ്മൾ എന്ത് ചെയ്യും? അതിലങ്ങ് ആണ്ടുപോകും. അപ്പം അതാണ് അപ്പം അങ്ങനെ ഇല്ലാത്തവരുടെ അവസ്ഥയുടെ കാര്യം എന്താണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം അത് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ സുഖം എവിടെ? അപ്പൊ പിന്നെ നമ്മൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പം ഭംഗിവാക്കിന് പറയും ആ സുഖമാണ്. ആ പറച്ചിൽ തന്നെ നമുക്ക് എന്താണ്? ചിലരോടൊക്കെ നമുക്കിതൊന്നും ഒരാൾ വെറുതെ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന പ്രശ്നങ്ങളിലാണെന്ന്? ആകെപ്പാടെ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിനിടയ്ക്ക് ആ പ്രഭുജിയോട് എൻ്റെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ ഈ പബ്ലിക്കിൽ പറയാണ്ട് പറ്റുമോ? ശരിക്കും എനിക്ക് സുഖമാണോ? അല്ല, എനിക്ക് കുറച്ച് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അനുസരിക്കുന്നില്ല, പഠിക്കുന്നില്ല. പിന്നെ എന്താണ്? ഒരുത്തന്നെ അസുഖം ആയിട്ട് വയ്യ, അവനെ ആശുപത്രിയിൽ കൊണ്ടു കയറി ഡോക്ടർമാർ പൈസ തിന്നതിന് കൈയും കണക്കുമില്ല. എന്നാൽ അവൻ്റെ അസുഖം മാറുന്നുണ്ടോ? ഇല്ല. അതൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ നമുക്കിങ്ങനെ പ്രശ്നങ്ങളും നമ്മൾ സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും സുഖമല്ല. നമ്മൾ ചില ആൾക്കാരൊക്കെ ചിരിച്ച് കളിച്ചിങ്ങനെ ചില മാളുകളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ കാണാറുണ്ട്. നമ്മൾ ഈ കൃഷ്ണാബോധത്തിൽ വന്ന പിന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ചില ആൾക്കാരൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ എന്താണ് ഇങ്ങനെ നടക്കുന്നത് കാണാം, അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരുടെ അത്ര സന്തോഷമുള്ളവർ ലോകത്തിൽ ആരും കാണില്ല എന്ന്. പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവർ തമ്മിൽ ഡൈവോഴ്സ് ആയി, അല്ലെങ്കിൽ ഇവർ രണ്ടായിട്ടായിരിക്കും താമസിച്ചത്, അല്ലെങ്കിൽ ലീവിങ് ടുഗദർ ആയിട്ടായിരിക്കും എന്നൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കാണുമ്പോൾ പുറമേ നോക്കുമ്പം ഇവരെല്ലാവരും വളരെ സന്തോഷവാന്മാരാണെന്ന് തോന്നി. കാര്യം നമ്മളുടെ മനസ്സിൽ ഭയങ്കര പ്രസിദ്ധ ആയതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടോ എന്ന് നമ്മളൊന്ന് വീക്ഷിക്കും, അല്ലേ? നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരുടെ ജീവിതം. അപ്പോൾ അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയി ആഹ്ലാദിച്ചൊക്കെ ഇങ്ങനെ നടന്ന് പാർക്കിലൊക്കെ പോയി ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അവരായിരിക്കും ഏറ്റവും കൂടുതൽ സുഖമുള്ളവർ. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്, എൻ്റെ പിള്ളേരെ ഞാൻ വിളിച്ചിട്ട് വന്നു, അവരവരുടെ വീട്ടിലേക്ക് പോയി, അവരുടെ എന്താണ് ആരുടെയോ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ വേറെ ടൂറിന് പോയി, ഞാൻ വിളിച്ചിട്ട് വന്നോ? ഇല്ല. 2-3 ദിവസം നോക്കിയപ്പോൾ ചിലപ്പോൾ പത്രവാർത്ത വരും, എന്താണ് ഇവരെല്ലാവരും കൂടെ കൂട്ടത്തോടു കൂടി സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അല്ലേ? നമ്മളീ കണ്ട വളരെ സുഖലോലുപരാണെന്ന് പറഞ്ഞ് പാർക്കിലും ഒക്കെ വളരെ ആഹ്ലാദിച്ച് നടന്ന ആൾക്കാരുടെ അവസ്ഥയാണത്, അല്ലേ? അപ്പൊ നമ്മൾ അവരെക്കാൾ എത്ര 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 ഉയരത്തിലാണ് നമ്മൾ ചിന്തിക്കുവാണെന്ന് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുമോ? നമ്മളെപ്പോഴും ആപേക്ഷികമായിട്ട് മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷെ കമ്പയർ ചെയ്യാം, പക്ഷെ നമ്മൾ എന്താണ് അതിൽ ആണ്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അതാണ് ആ സുപ്രീം അല്ലെങ്കിൽ ആ ഒരു പാരമ്യം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു
എന്താണ് മാനസികമായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഇന്ന് നമ്മൾ എടുത്തത് അല്ലെ. മാനസികമായിട്ട് നമ്മൾ എങ്ങനെ നമ്മളുടെ പരിസ്ഥിതികളെ കൈകാര്യം ചെയ്യുമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് അല്ലാത്ത ആൾക്കാരുടെ സ്ഥിതിയിൽ സമാധാനം എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. അപ്പൊ നമ്മൾ വേറൊരു കാര്യം എല്ലാവരും പറയാറുണ്ട്, കൃഷ്ണഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ഭയങ്കര ഇതാണ്, നമ്മളെ പിടിച്ചുലയ്ക്കും, ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നമ്മൾ അതിൽ നല്ലത് പഴയ രീതിയിൽ ജീവിക്കുന്ന തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കൃഷ്ണഭഗത്തിൽ ഇപ്പം ഞാൻ പറയില്ല 150 പേരുണ്ടായിരുന്ന സത്സംഗത്തിൽ ഞാനിപ്പോൾ എടുക്കുക 5-6 പേരാണ്. നമ്മുടെ ഇവിടുത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരൊക്കെ എവിടെ പോയി, കുറെ പേര് നാട്ടിൽ പോയി സെറ്റിലായി, നാട്ടിൽ പോയി മായ കയറി, കുറെ പേര് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ചില ആൾക്കാർ എന്താണ് ഇങ്ങനെ എന്താ പറയുക, ഒരു ഗോസിപ്പ് പോലെ അടിച്ചിറക്കി ഇതിന്റെ പ്രതിപ്രവർത്തനങ്ങളും പല പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞ് ഗോസിപ്പ് അങ്ങനെ അങ്ങനെ എന്താ പറയുക, കുറെ പേര് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ. സത്സംഗമായിട്ട് ബന്ധമില്ലാത്ത കാരണം അവരെല്ലാരും എന്താണ്, ഈ തീയിലിരിക്കുന്ന കനലിന് എന്തുമാത്രം ശക്തി ഉണ്ടല്ലേ, അത് തീയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അത് കുറച്ചു നേരം വെളിയിൽ പോയിരുന്ന അവസ്ഥ എന്താണ്, ചാരമായി പോകും, യാതൊരു ഗുണവും മണവും ഇല്ല, ചൂടും ഇല്ല, ഒന്നുമില്ല, പ്രകാശവും ഇല്ലാതായി മാറും. അപ്പൊ എന്താണ്, സത്സംഗത്തിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ അത് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ കൃഷ്ണാവബോധത്തിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോവാം, നാട്ടില് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്കറിയാം, നാട്ടില് ഇപ്പം രതിദേവി മാതാജിയുടെ നാട്ടിൽ എത്രയാണ്, ചിലപ്പോൾ ഒരു 10-50 പേര് അല്ല 60 പേര് കാണും മാക്സിമം കൃഷ്ണാവബോധം ഇതെന്താണെന്ന് ഒക്കെ അറിഞ്ഞ ആൾക്കാര്. അതുപോലെ തന്നെ ഗീതാമാതാജിയുടെ നാട്ടിൽ ഗീതാമാതാജി ഒറ്റൊരാളെ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, പത്തനംതിട്ട ജില്ലയിൽ ആകമാനം. അറിയില്ല ഇനി വേറെ ആളൂടെ ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സ്ഥലം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ആരുമില്ല. നമ്മൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ചൈതന്യ മഹാപ്രഭു ആരാണ്, എന്താണ്, ഇതൊക്കെ ചുമ്മാ പടച്ചു കെട്ടി വെക്കുന്നതാണ്. അപ്പം അപ്പം നമ്മള് നോക്കുമ്പോൾ വിരലിലുള്ള ഒരാൾക്കാരെ കാണത്തുള്ളൂ നമ്മള്. അപ്പം ഈ കൃഷ്ണാബോധി വന്നവർക്കാണോ ഈ പ്രശ്നങ്ങൾ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നത്, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കി, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കുക. ഓരോ വാർഡിലും കയറി ഇറങ്ങി നടക്കുക, അവരോടൊക്കെ രോഗികളോടൊക്കെ വിവരങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അവര് ചോദിക്കും എന്താണ്, അവരുടെ കരളും കിഡ്നിയും ഇതെല്ലാം പോയി, എന്താണ് ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, തലച്ചോറും, അങ്ങനെ 2-3 അവയവങ്ങളെ ബാക്കിയുള്ളൂ, ഉള്ള കിടപാടം വിറ്റിട്ടാണ് ഇവിടെ കിടക്കുന്നത്, എന്താണ് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇദ്ദേഹം ജോലി എടുത്തുകൊണ്ട് വന്ന ഇതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. മകൻ എന്താണ്, മന്ദബുദ്ധിയാണ്. ഒരു കൂട്ടരെ കണ്ടു, അടുത്ത കൂട്ടരെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവർ കൃഷ്ണാബോധത്തിൽ വന്നിട്ടാണ് അവർക്ക് അങ്ങനെ വന്നത്, അവർക്ക് കൃഷ്ണൻ എന്നാന്ന് പോലും അറിയില്ല. അടുത്ത ആളോട് ചോദിക്കുമ്പോൾ ഇതിലും ഭീകരം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ എത്രയോ ഭാഗ്യമാണ്, എത്രയോ ഉയർന്ന ആൾക്കാരാണ് നമുക്ക് വിചാരിക്കും. ഓരോ വ്യക്തികളും, ഞാൻ ഇന്നാള് മെഡിക്കൽ കോളേജിൽ ഞാൻ 2 തവണ കിടന്നത് കൊണ്ട് എനിക്കറിയാം. നമ്മള് എന്താണ്, ഞാൻ കിടന്നത്, ഞാൻ ഒരു പ്രാവശ്യം മഞ്ഞപ്പിത്തം അല്ല ഇത് വന്നാണ്, എലിപ്പനി വന്ന്, അന്ന് എലിപ്പനിയുടെ സീസൺ ആയിരുന്നു, എലിപ്പനി വന്ന് തട്ടിപ്പോവാറായിരുന്നു, മെഡിക്കൽ കോളേജിൽ കിടക്കുക. അപ്പം ഞാനിങ്ങനെ കട്ടിലെ കിടക്കുമ്പോഴത്തേന് എന്നെക്കാളും കൂടുതൽ സീവറായിട്ട് 10, 65, 75 വയസ്സുള്ള പ്രായം ചെന്ന ആൾക്കാർ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇറങ്ങി താഴെ കൊടുക്കും. ബെഡ് ഡോക്ടർക്ക് പൈസയൊക്കെ കൊണ്ട് അളിയും കൊണ്ട് കൊടുത്തിട്ടാണ് ഒരു ബെഡ് കിട്ടുന്നത്. നമ്മളെക്കാളും എന്താണ് തീരെ ഗതിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആരെങ്കിലും എടുത്തു വരുന്ന പൈസ എടുത്ത് വേണം ചിലപ്പം ചിലർക്ക് കൊടുക്കാൻ, അവർക്ക് ഒരു നേരം ഒരു വെള്ളം കുടിക്കാനോ ഒന്നിനും പൈസയില്ല. അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ ഇറങ്ങി താഴെ കൊടുക്കും. താഴെ കിടക്കുന്ന 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലും തലേ ഇങ്ങനെ വെച്ചിട്ടാണ് കട്ടിലേക്ക് കിടക്കുന്നത്. താഴെ 3-4 പേരൊക്കെയാണ് കിടക്കുന്നത്. ഒരാൾക്ക് കട്ടിലെ എണീറ്റ് താലോട്ട് കാല് ചവിട്ടാൻ ഇടയില്ല. തൊട്ടടുത്ത് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ അസുഖം വന്നിട്ട്. അപ്പൊ നാളെ എൻ്റെ അവസ്ഥ എന്താന്ന് ഒരു ഇതില്ല. അവിടെ കുറെ കൂട്ടക്കരച്ചില് നോക്കുമ്പോൾ 2 കൊച്ചു പിള്ളേരായിട്ട് ഒരു സ്ത്രീ കൊല്ലത്തു നിന്ന് വന്നാണ്, അവരുടെ ഭർത്താവ് മരിച്ചു, ചെറുപ്പക്കാരനാണ്, 35 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് വന്നത്. അപ്പം അവരൊക്കെ ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ അവസ്ഥ ഇതാകുമെന്നാണ് നമ്മളുടെയും ധാരണ അല്ലേ. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു, അപ്പൊ എത്ര പേര് കൃഷ്ണാബോധത്തിലുള്ളവരുണ്ടായിരുന്നു അവിടെ. അപ്പൊ കൃഷ്ണാബോധത്തിൽ വന്നുകൊണ്ടാണോ ഇത് വന്നത്? അല്ല. അപ്പൊ ആ ഒരു ചിന്തയെ നമ്മൾ മാറ്റണം. നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അല്ലാത്തവരുടെ കാര്യം എന്താണ്, നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാകത്തേ ഇല്ല. ഇവിടെ നമുക്ക് എല്ലാം ഭഗവാൻ സാക്ഷിയാണ്, എല്ലാം അദ്ദേഹം മൂളി കേട്ടോളും അല്ലെ. ഒരാളോടും അദ്ദേഹത്തിന് യാതൊരു എന്താണ് വിരോധവും ഇല്ല. ഒരാൾക്കാരും അദ്ദേഹത്തിന്റെ മക്കളാണ് എല്ലാവരും അല്ലെ.
മക്കൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് അവരോടൊരു ശാശ്വതമായ വിരോധം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആദ്യം കുറെ വിദ്വേഷമൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ചില ശിക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് അവരോട് നമ്മൾ മനസ്സിന് ഉള്ളിലുള്ള ഇതുണ്ട്, ദേഷ്യമുണ്ടോ? ഇല്ല. അപ്പം മക്കള് എത്രയൊക്കെ വ്യതിചലിച്ചു പോയാലും ഭഗവാൻ, പരമജീവാത്മ പുരുഷനായ ഭഗവാന് നമ്മളോട് യാതൊരു ഇതുമില്ല. അദ്ദേഹത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കാത്തുകെട്ടി നോക്കിയിരിക്കുകയാണ്, നമ്മളെ നോക്കി. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഭഗവാനെ നോക്കിയേ, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോയി അല്ലേ. ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? മറ്റു പല കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ അങ്ങോട്ടേക്ക് മാത്രം നോക്കുന്നില്ല. അപ്പം ഇതിന്റെ ഭാവാർത്ഥം ആരെങ്കിലും വായിച്ചായിരുന്നോ? ഭാവാർത്ഥം വായിച്ചായിരുന്നു, ലൈല മാതാജി വായിച്ചായിരുന്നു. അപ്പൊ കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. തപോ യജ്ഞാദികളുടെ സത്ഫലമെല്ലാം ആസ്വദിക്കുന്ന കൃഷ്ണൻ തന്നെയാണെങ്കിലും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെ യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്ക് സമാധാനം ലഭിക്കുകയുള്ളെന്ന് 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അതിനെയാണ് ശാന്തി മന്ത്രം എന്ന് പറയുന്നത്. സമാധാനത്തിന്റെ മന്ത്രമാണ് 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം. എല്ലാവരും കാണാതെ പഠിക്കണം. ഭഗവത്ഗീതയിലെ ശാന്തി മന്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയണം. ഇനിയെങ്കിലും എന്നോടിത് ഷെൽട്ടറിന്റെ ചോദ്യത്തിൽ ചോദിച്ചതാണ്. അപ്പം അതേതാണ്? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ. എന്താണ്? ഞാനൊരു 10,000 തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും നമുക്ക് പറയാം ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഭോക്താറ്, യജ്ഞങ്ങളുടെ തപസ്സുകളുടെ എല്ലാം ഭോക്താവാണ്. എന്താണ്? സർവ്വലോകത്തിന്റെയും ഈശ്വരനല്ല, എന്താണ്? ഞാൻ മഹേശ്വരനാണ്. പിന്നെ എന്താണ്? എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങളുടെ സുഹൃത്താണ്. പിന്നെ എന്താണ്? അഭ്യുദയകാംക്ഷിയാണ്. നല്ല സുഹൃത്ത് നമ്മളെ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുവോ? ഇല്ല. നല്ല സുഹൃത്ത് എന്താണ്? ഇങ്ങോട്ട് ചെയ്തു തരും അല്ലേ. ഇങ്ങോട്ടേക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ഒന്നും ഫലകാംക്ഷ ഇല്ലാതെ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു സുഹൃത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുന്നല്ലേ. അദ്ദേഹം യാതൊരു പ്രതിബന്ധനങ്ങളോ ഒന്നുമില്ലാതെ, അതായത് ഒരു സ്നേഹം കിട്ടുമെന്നൊന്നും ഒരു നിബന്ധനകളില്ലാതാണ് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്നു. ചോദിക്കാതെ തന്നെ അറിഞ്ഞു കണ്ട് ചെയ്താണ്. അതായത് കൃഷ്ണനും സുദാമയും തമ്മിലുള്ള ആ ഒരു സ്റ്റോറിയൊക്കെ അറിയാവുന്നല്ലേ. അപ്പൊ അതുപോലെ സുഹൃതം സർവഭൂതാനം ജ്ഞാത്വമാം ശാന്തി മൃച്ഛതേ. ഞാൻ എല്ലാവർക്കും എന്താണ്? എല്ലാവരുടെ അഭ്യുദയകാംക്ഷിയാണ്. എല്ലാവർക്കും ഞാൻ നല്ലത് വരണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഭഗവാൻ പറയാണ്. അല്ല, എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ ഭഗവാൻ എല്ലാവർക്കും ഉറപ്പായിട്ടും എന്താണ്? ശാന്തി ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം നമ്മൾ ആ ഭഗവാന്റെ സേവ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എന്താണ്? ഈ ശാന്തി മാത്രമേ, സമാധാനം മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യം ഇല്ല തന്നെ. ഒരു ഉറച്ച ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും ആസ്വാദകനും ഉടമയും എല്ലാവരുടെയും സുഹൃത്തും എന്ന് മനസ്സിലാക്കിയാൽ സ്ഥിരചിത്തയാർന്ന് സമാധാനം നേടാം. അപ്പം എല്ലാത്തിൻ്റെ ഉടമ, പ്രൊപ്രൈറ്റർഷിപ്പ്, അത് ഭഗവാൻ അങ്ങ് കൊടുത്തേക്കുക. പിന്നെ എന്താണ്? സുഹൃത്ത്. ഇപ്പൊ നമ്മളിപ്പം വായിച്ച ശാന്തി മന്ത്രത്തിൽ വായിച്ചുകൊണ്ട് സുഹൃത്ത് ഭഗവാനാണ്. നമ്മൾ ഭഗവാനെ സുഹൃത്താക്കുക. അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സമാധാനം മാത്രമേ ഉണ്ടാകുള്ളൂ. കാര്യം എന്താണ്? ഭഗവാൻ എല്ലാവർക്കും സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ആളാണ്. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും വരിച്ച ആളെ പോലെ ഭവിച്ചാലും ശരി, എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. മറ്റുള്ളവരുടെ കുറച്ചൊക്കെ നമ്മൾ ആക്ട് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ ആക്ട് ചെയ്യാണ് ചിലരൊക്കെ ഉണ്ട്. ഞാൻ കൃഷ്ണബോധസ്ഥനാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആക്ടിങ് ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ. കൃഷ്ണഭക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഓരോ ഇതൊക്കെ കാണിച്ചിട്ട്. പക്ഷെ അവരൊന്നും ആത്യന്തികമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൃഷ്ണാബോധനം. ഞാൻ ജ്ഞാനപ്പാനെ കാണാതെ പഠിച്ചു, ഞാൻ അത് ചെയ്തു, ഹരിനാമകീർത്തനം അവിടെ പോയി പാരായണം ചെയ്തു, ഞാൻ ഭാഗവതം ഇത്ര വായിച്ചു എന്നൊക്കെ പറഞ്ഞ് പല ഡയലോഗുകളൊക്കെ ചെയ്താലും അവർ ആത്യന്തികമായിട്ട് അവർക്ക് ശാന്തിയില്ല, സമാധാനവും ഇല്ല. അപ്പോൾ കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യ ശാന്തി വരിച്ച ആളെ പോലെ ഭാവിച്ചാലും ശരി, അവർ ആക്ട് ചെയ്താലും എപ്പോഴും അവർ അശാന്തരും ദുഃഖിതരുമായിരിക്കും. അപ്പൊ അങ്ങനെ ആക്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആത്യന്തികമായി അവര് അശാന്തരാണ്, ശാന്തിയേ ഇല്ല, അവർ ദുഃഖിതരുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുത്തുന്നതുമായൊരു
പ്രശാന്ത അവസ്ഥ അത്രേ കൃഷ്ണാവബോധം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് കൃഷ്ണാവബോധം ഉള്ളതിന്റെ ആൻസർ ആണ് കൃഷ്ണനോട് ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം ലഭ്യമാകുന്ന ഒന്ന്. ഭഗവാനോട് ഏത് രീതിയിലൊക്കെ നമുക്ക് ബന്ധപ്പെടാം? ഏതൊക്കെ രീതിയിൽ ബന്ധപ്പെടാം? സുഹൃത്തായിട്ട് ബന്ധപ്പെടാം, അഭ്യുതകാംക്ഷയായിട്ട് ബന്ധപ്പെടാം, പിന്നെ എന്താണ്, മകനായിട്ട് നമുക്ക് കാണാം, വാത്സല്യ രസത്തിൽ ഗോപികമാരെ പോലെ മാധുര്യ രസത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിൽ സേവകൻ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും പറഞ്ഞു ദാസ്യഭാവത്തിൽ ദാസ്യഭാവത്തില് ദാസ്യഭാവത്തിൽ ബന്ധപ്പെടാൻ പറ്റും, വാത്സല്യഭാവത്തിൽ, മാധുര്യഭാവത്തില്, അതുപോലെ തന്നെ സേവകൻ സേവകനായിട്ടല്ലേ, സേവകൻ ആത്യന്തികമായി നമ്മൾ കൃഷ്ണന്റെ സേവകനാണ്. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും സേവകൻ നമ്മളെ എന്താണ് അങ്ങനെ മാത്രം ലഭ്യമാകുന്നത് സ്വയം വെളിപ്പെടുത്തുന്ന മായൊരു പ്രശാന്താവസ്ഥയത്രേ കൃഷ്ണാവബോധം. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സേവനത്തിൽ കൂടി മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക അവബോധം, ഒരു പ്രശാന്താവസ്ഥ, ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയാണ് കൃഷ്ണാവബോധം അല്ലേ? വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷനാണ്. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് നമ്മൾ നാമം ജപിച്ച് കൃഷ്ണനോട് ബന്ധപ്പെടാം, ഭാഗവതം വായിച്ച് ബന്ധപ്പെടാം, സത്സംഗം അറ്റൻഡ് ചെയ്ത് ചെയ്യാം, ഗോസേവ ചെയ്തുകൊണ്ട് ചെയ്യാം, തുളസി സേവ ചെയ്തുകൊണ്ട് ചെയ്യാം, തുളസി ആരതി, തുളസിക്ക് വെള്ളം ഒഴിച്ച്, തുളസിക്ക് പ്രദക്ഷിണം ചെയ്ത്, അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തർക്ക് സേവ ചെയ്ത്, അതുപോലെ തന്നെ ഭഗവാന് നിവേദിച്ച സാധനങ്ങളെ ഭക്ഷിച്ച്, അങ്ങനെ ഏത് രീതിയിൽ സേവ ചെയ്താലും നമുക്ക് എന്താണ് ഈ കൃഷ്ണാവബോധസ്ഥനാകാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്ന് രാവിലെ ഭാഗവതം എടുത്ത പ്രഭു പറഞ്ഞ ഒരു സ്റ്റോറി, ഞാനത് കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ എന്താണ് ഫോട്ടോകോപ്പി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം ഭഗവാനും യശോദാമായും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗർഭഭാഗവതത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ഗർഭഭാഗവതം പഠിക്കുന്ന രാധിക മാതാജിയെ പോലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ കാണും. ഭഗവാനും ഇല്ല യശോദാമായും ഞാൻ മാതാജി ഗർഗഭാഗവതം പഠിക്കുന്നില്ല. കേട്ടിട്ടില്ല ഇതുവരെ. മാതാജി ഇല്ല. പഠിക്കാതായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അയ്യോ ഇല്ല ഇല്ല പ്രഭു ഇല്ലല്ലേ? കേട്ടിട്ടില്ല. മാതാജി ഗീതാഗോവിന്ദമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നല്ലേ? അത് അഷ്ടപതി ഗീതാഗോവിന്ദം. അഷ്ടപതി. ഓക്കെ. അപ്പൊ അത് അങ്ങനെ ജ്ഞാനാംബികയൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ജ്ഞാനാംബിക മാതാജിയൊക്കെ ഗുരുവായൂർ പോയി സമർപ്പിച്ചിട്ടുണ്ട്. രാധാ മാതാജി. എന്നോട് പറഞ്ഞിരുന്നു. ആ രാധിക മാതാജി എന്താ ഇപ്പം വരാത്ത? രാധിക മാതാജി, രാധിക മാതാജി രാധാ മാതാജിയാണോ? രാധാ സുരേഷോ? രാധാ ദിവാകരൻ മാതാജി. അല്ല. രാധാ ദിവാകരൻ മാതാജി ഒരുപാടായി വന്നിട്ട്, പിന്നെ ഒരു നമ്മുടെ കൂടെ ഈ അഷ്ടപതിയൊക്കെ സത്സംഗത്തിനൊക്കെ ഉണ്ടായിരുന്നു. മാതാജി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അഷ്ടപതിയൊക്കെ പാടുന്നതെന്ന് പറഞ്ഞിട്ട്. രാധാ മാതാജി. മാതാജി ഞാന് ഇപ്രാവശ്യം ഗുരുവായൂർ പോയപ്പോ ആ മാതാജി അവിടെ കണ്ടു പ്രഭു. ഗുരുവായൂര് സപ്താഹത്തിലിരുന്നു. രാധാ സുരേഷ്, ഇങ്ങനെ പലരും അപ്രത്യക്ഷമായി പോയി. കാര്യം നമ്മൾ അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കണം. നമ്മള് ഇപ്പൊ ഒരു രമാ പ്രഭു മാതാജി, ജ്ഞാനാംബിക മാതാജി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. അതെ ഉണ്ടല്ലോ. ഉണ്ടോ? കേറിയിട്ടുണ്ടോ? ഉണ്ട്. മാതാജി എന്തുകൊണ്ടാണ് ഭാഗവതത്തിന് വരാത്തത്? ഉറങ്ങിപ്പോയോ? എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകണം പ്രഭു, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകണത്. കേട്ട് കഴിഞ്ഞാ പിന്നെ നമുക്ക് മാറാൻ ഒക്കത്തില്ല. നമ്മള് കേട്ടോണ്ട് അങ്ങ് ഇരിക്കും നമുക്ക് ഇനി. രാവിലെ അമ്പലത്തിൽ, ഞങ്ങൾക്ക് അമ്പലത്തിലെ ജോലിയാ. അതെയല്ലേ? കുഴപ്പമില്ല. അപ്പൊ യൂട്യൂബിൽ അത് ഉണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. അപ്പൊ അങ്ങനെ നിങ്ങളായിട്ട് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ എന്താണെന്നൊന്ന് അന്വേഷിക്കണം. ഞാൻ അന്വേഷിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ, ഞാൻ ചിലരോടൊക്കെ ഓർത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലരെയൊക്കെ അങ്ങനെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളങ്ങ് വിട്ടേ പോകും. ഇപ്പൊ ഈ അഷ്ടപതി പറഞ്ഞ സമയത്താണ് നമുക്ക് ആ ഒരു മാതാജി, രാധാ സുരേഷ് എന്നാണ് ആ മാതാജിയുടെ പേര്. അതെ, രാധാ സുരേഷ് മാതാജി ഞാൻ കണ്ടു പ്രഭു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ കാണാറില്ലല്ലോ മാതാജിയെ ഒന്നിലും. അപ്പൊ തിരക്കിലാണ് എന്ന് പറഞ്ഞു. അതെ. പിന്നെ ഒരു മറ്റേ മാതാജിയുടെ പ്രഭുവിന് എങ്ങനെയുണ്ട്? രാധാ ദിവാകരൻ മാതാജിയുടെ വയ്യ പ്രഭു, തീരെ വയ്യ. അങ്ങനെ ഒരു സ്ത്രീ വെച്ചിരിക്കുകയാണ് നോക്കാന്, ഒരു ഹോം നോക്കാനായിട്ടല്ലേ? നേഴ്സിന്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരിങ്ങനെ പൊഴിഞ്ഞു പോയി നമ്മൾ ചിലപ്പോൾ അവരെ ഓർക്കുന്ന പോലും ഇല്ല. അപ്പൊ സത്സംഗത്തിൽ പിന്നെ ഒരു മീരാ മാതാജി ഉണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു പ്രഭു മരിച്ചുപോലെ, രാമാനന്ദ പ്രഭുവിന്റെ ആ മാതാജി, ഹേമലത മാതാജി, അങ്ങനെ കുറെ പേര് മിസ്സായി പോയിട്ടുണ്ട്.
മീര ചേച്ചി എന്റെ സിസ്റ്ററാണ് പറഞ്ഞ ചെറിയമ്മയുടെ മോള്. ഉം. അവരൊക്കെ ഇപ്പൊ വരുന്നില്ല. കാണുന്നില്ല. ഇവര് ഗ്രൂപ്പിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. ഹേമലത മാതാജിയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിരുന്നു. അങ്ങനെ കുറെ പേര് ഇങ്ങനെ പോയി. നമ്മൾ സത്സംഗത്തിലൊക്കെ പരിക്രമത്തിനൊക്കെ വന്നതാണ് പലരും അതിലെ. അങ്ങനെ പലരും അതെ മിസ്സായി പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ ഓർമ്മയുള്ളവരൊക്കെ നിങ്ങളായിട്ട് റെക്കമെൻഡ് ചെയ്ത് വന്നവരൊക്കെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കണം. കാര്യം ഇതാണ്, സത്സംഗത്തിൽ നമ്മൾ ആ തീപ്പൊരി, ആ കനല് ഒരു പക്ഷെ അങ്ങ് കെട്ടുപോകും, ചാരമായി പോകും. അങ്ങനെ എന്താണ്, നമ്മൾ ഒരാളെയും കൂടി കൃഷ്ണാബോധസ്ഥനാകാനായിട്ടുള്ളൊരു സാധ്യത. ഇവർ രമാദേവി വരുന്നുണ്ടായിരുന്നു, ഇവർ കൊണ്ടുവന്നാണ് ജ്ഞാനാംബിക മാതാജി. കാണുന്നില്ല മാതാജിയെ. ഇന്ന് കൃഷ്ണകുമാരി മാതാജിയും കാണുന്നില്ല. കല്യാണത്തിരക്കാവും. എല്ലാവരും കൃഷ്ണകുമാരി മാതാജി കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ കുറിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. അപ്പം കഴിവതും നാട്ടിലുള്ളവരൊക്കെ പങ്കെടുക്കുക, മാതാജിയെ വിളിച്ച് അഭിനന്ദനം പറയുക, പ്രാർത്ഥിക്കുക നല്ലതിന് വേണ്ടിയിട്ട്. മാതാജിയുടെ ആ ഒരു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുക ചെയ്ത് മാതാജി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. അന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ മണ്ണാർശാലയിലെത്തി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി മാതാജി നേരിട്ട് കണ്ടിട്ട്. അപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ആ ഒരു അത്ര ബുദ്ധിമുട്ടിയാണ് ജ്ഞാനാംബിക മാതാജിയുടെ ഒക്കെ കൂടെ അവിടെ വന്നിറങ്ങിയത്, രമാ മാതാജിക്കായിട്ട്. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. അപ്പം എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കല്യാണമൊക്കെ നല്ലതായിട്ട് നടക്കാനും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, യശോദാമായി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ്, നമ്മൾ എന്താണ് ഈ കാണുന്ന കാരുണ്യം മുഴുവൻ നാരായണന്റെ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് മോക്ഷം, നമ്മളെല്ലാം ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതാണ്, നമുക്ക് പരമമായിട്ട് മോക്ഷം വേണം. അമ്മ അങ്ങനെ മോക്ഷം വേണോ? ആ മോക്ഷം വേറെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ കൃഷ്ണൻ ഇങ്ങനെ ഓരോ കഥകൾ ചോദിക്കുവാണ്. അപ്പം മോക്ഷം കിട്ടാനായിട്ട് എന്ത് ചെയ്യും? ആ അച്യുതന്റെ പാതാരവിന്ദത്തിൽ ശരണം പ്രാപിക്കുകയാണ്. ആ അച്യുതൻ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് അറിയുന്നില്ല ഇതാണ്, ഇവിടെ നിന്നാണ് ഈ മോക്ഷം മുഴുവൻ പോകുന്നത് എന്നുള്ള കാര്യം. ആ അച്യുതന്റെ പാതാരവിന്ദത്തിൽ എന്ത് ചെയ്യും? ശരണം പ്രാപിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞ് യശോദമായി പഠിപ്പിച്ചു കൊടുക്കുക കൃഷ്ണനെ. അപ്പൊ കൃഷ്ണൻ അവിടെ ഇരുന്ന്, കൃഷ്ണന് ചിരി വരുവാണ്. അപ്പൊ ഇന്ന് രാവിലെ ആ പ്രഭുജി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര, ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല എടുത്തത്. ആ ഓരോ സംഭാഷണവും അമ്മയും മകനുമായിട്ടുള്ള സംഭാഷണം എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് ഷോർട്ടായിട്ട്. അപ്പം അപ്പൊ ആ അച്യുതന്റെ പാതാരവിന്ദം ദേ ഇവിടെ തൊട്ടടുത്തിരിക്കുകയാണ്. ഇന്ന് അമ്മയെ വന്ന് കയറി പിടിച്ചോ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ടോ? ഇല്ല. കാര്യം അങ്ങനെ വന്ന് പിടിച്ച ഇത് അച്യുതനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ്, അവിടെ തീരും. എന്താണ്, ഭഗവാൻ എന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഭയഭക്തിയാവും, വാത്സല്യമൊക്കെ അങ്ങ് പോകും അല്ലേ. അപ്പൊ ഭഗവാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ എന്താണ്, ആ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭഗവാൻ അത് ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ അമ്മേ, എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വെണ്ണ കിട്ടാനായിട്ടുള്ള എനിക്ക് ഭഗവാന്റെ അടുക്കൽ ഈ മോക്ഷവും അങ്ങനത്തെ ഒന്നും ആഗ്രഹമില്ല. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചേക്ക്, നാരായണന്റെ അടുക്ക പ്രാർത്ഥിച്ചേക്ക്. എനിക്ക് ഒരു കാരണവശാലും ഈ നല്ല നറുവെണ്ണ ഒരു കാരണവശാലും ഇവിടെ മുടങ്ങരുതേ. ഈ പശുക്കളൊക്കെ ഒരിക്കലും ക്ഷീരം ഒരു കാരണവശാലും ഇവിടെ നിർത്തരുതേ. ക്ഷീരത്തിനൊരു ക്ഷാമം ഉണ്ടാകരുതേ. മഴ പെയ്യാതൊക്കെ ഇരുന്ന് പുല്ലൊക്കെ കിട്ടാതെ ഇരുന്ന് പശുക്കൾക്ക് തീറ്റയൊന്നും കിട്ടാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വംശനാശം സംഭവിച്ചു പോവുകയാണെങ്കിൽ ഈ വെണ്ണ കിട്ടാതാകുമല്ലോ. അപ്പൊ അങ്ങനെ അമ്മ ഇനി പ്രാർത്ഥിക്കുമ്പോഴത്തേന് എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഈ പ്രാർത്ഥന നാരായണന്റെ അടുക്കൽ ഒന്ന് പറഞ്ഞേക്കൂ എന്നാണ് ഭഗവാൻ അതിന്റെ മറുപടി കൊടുത്തത് അല്ലേ. അപ്പം ഇതേപോലെയുള്ള ചില ആചാര്യന്മാർ എഴുതിയ ഭാഗവത്തിലല്ലെങ്കിലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഭഗവാനും യശോദാമായും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് വളരെ. അതുപോലെ തന്നെ ഭഗവാനും രാധാറാണിയായിട്ടുള്ള ഒരുപാട് ലീലകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് നമ്മളൊരു വേറെ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഇവിടെ കണ്ടു കുബ്ജ. അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ എത്ര ഭാര്യമാരുണ്ടെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? 1,00,000 അല്ല, 10,00,000 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷത്തി 16,109. 16,109. 10 ലക്ഷത്തി 16,109. ഈ 16,000 ആരായിരുന്നു? 16,000 ഈ പിന്നെ
16 പിടിച്ച് നരകാസുരന്റെ തടവിൽ നിന്ന് നരകാസുരൻ മോചിപ്പിച്ചവര്. തടവിൽ നിന്നും പിന്നെ 8 പേര് ഭഗവാൻ വിവാഹം കഴിച്ച 8 പത്നിമാര്. അതിൽ രുക്മിണി, സത്യഭാമ, ജാമ്പവതി, പിന്നെ ലക്ഷ്മണ, കാളിന്തി, ഭദ്ര, പിന്നെ വേറെ അങ്ങനെ എന്തോ ഞാൻ മറന്നുപോയി. 8 പേരെ ഓർമ്മയില്ല. ഞാൻ പലതവണ ഞാൻ ഷെയർ ചെയ്തതാണ്. ഇനി ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും കിട്ടും. ഓക്കെ, മിത്രവിന്ദ, അങ്ങനെ എന്തോ ഉണ്ട്. ഭദ്രയുണ്ട്, ലക്ഷ്മണയുണ്ട്. അപ്പൊ അങ്ങനത്തെ 8 ഭാര്യമാര് ഭഗവാൻ വിവാഹം കഴിച്ച ഓരോരോ സാഹചര്യങ്ങളിൽ വിവാഹത്തെ പറ്റി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേറെ 100 പേര് ആരാണ്? ധൃതരാഷ്ട്രർ ഭഗവാൻ ദാനമായിട്ട് 100 കന്യകളെ കൊടുക്കും. എന്താണ്? ഭഗവാൻ അവിടെ ദൂതിനി എന്നില്ലേ? അപ്പം 5 ഗ്രാമങ്ങൾ തരൂ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 5 സെന്റ് സ്ഥലം തരൂ, ഒരു സൂചി വെക്കാനുള്ള സ്ഥലം തരൂ എന്ന് പറഞ്ഞപ്പം ധൃതരാഷ്ട്രർ ഒരു സൂചി വെക്കാൻ പോലുള്ള സ്ഥലം കൊടുക്കാതെ വിടുകയല്ലേ പാണ്ഡവർക്ക്. അപ്പൊ ദൂതിന് പോകുമ്പോ ഭഗവാനല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഒരു ശാപമോ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 100 കന്യകമാരെ ദാനം ചെയ്തു. അങ്ങനെ ആ 100 കന്യകമാര് നമ്മളിപ്പോ പണ്ടൊക്കെ പുടവ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഭാര്യയായി മാറി അല്ലേ? ഒരു പുടവ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാര്യയായി, താലി കെട്ടണമെന്നൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഈ ദാനം ചെയ്തപ്പോൾ അത് ഭഗവാന്റെ ഭാര്യമാരായി മാറി. പിന്നെ എന്താണ്? 10 ലക്ഷം എന്താണ്? ഭഗവാന്റെ ലീലകൾ ആടാനായിട്ട് ഈ വനങ്ങളിലൊക്കെ ഗുപ്ത ഭാര്യമാരെന്ന് പറയും. ഒളിഞ്ഞിരിക്കുന്ന, യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വം ഇല്ല, പക്ഷെ ഭഗവാന്റെ ലീലകളിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഗുപ്ത ഭാര്യമാര്. പിന്നെ ഈ പറയുന്ന 9ാമത്തെ ആള് അതാരാണ്? കുബ്ജ. ഹരിനാമ കീർത്തനത്തിൽ ഏത് ശ്ലോകമാണ് പറയുന്നത്? കണക്കയുടൻ 5 അക്ഷരത്തിന് ഊനം വരുത്തിയൊരു നത്തഞ്ചരിക്കുപതാം കൂനോരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ നമാം. ജ്ഞാനം, അതായത് ജ്ഞ എന്ന അക്ഷരം പോലെ അത്രയും വളവുകളോടുകൂടി ഇരിക്കുന്ന, ആ അക്ഷരങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ, അതാണ് ത്രിവക്ര, അല്ലെങ്കിൽ കൂനിയായിട്ട് ഇരിക്കുന്ന ത്രിവർക്ക. അത് ആരായിരുന്നു? ശ്രീരാമ അവതാര കാലത്ത് ശ്രീരാമചന്ദ്രനെ മോഹിച്ച ശൂർപ്പണഖ എന്ന് പറയുന്ന നക്തഞ്ചരി, അത് രാവണന്റെ സഹോദരിയായിരുന്നു. ശ്രീരാമചന്ദ്രൻ ഭഗവാനെയും ലക്ഷ്മണനെയും ഭർത്താവായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ആ ജന്മത്തിൽ അവർക്ക് അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവാൻ അത് സാധിച്ചു കൊടുക്കുമെന്ന് കാണിക്കാനായിട്ട് ശ്രീരാമ അവതാരത്തിൽ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും ഭഗവാന് എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ അവതാരത്തിൽ അത് പൂർത്തിയാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ ആ ശൂർപ്പണഖയ്ക്ക് അത് കുബ്ജയായിട്ട് വന്നാണ് അവതരിച്ച കാര്യം. ചെയ്ത പാപങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ കൂനി ഈ കംസന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? കുറിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോവാണ്. ചന്ദനമൊക്കെ അരച്ച്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ അരച്ച് കംസനെ ഇടിയിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോഴാണ് ഈ കൃഷ്ണബലരാമന്മാര് മധുരയ്ക്ക് വന്ന കംസനെ ഈ മല്ലയുദ്ധത്തിന് ക്ഷണിച്ചിട്ട് വരികയാണ്. അങ്ങനെ വന്ന് ഈ കുബ്ജ ഈ നോക്കുമ്പോൾ ഇവരുടെ വീരപ്രവർത്തികളൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു വലിയൊരു അസ്ത്രമൊക്കെ ഒടിച്ചു, അതിഭീകരമായ ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന സമയത്താണ് കുബ്ജയെ കണ്ടിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കുബ്ജയെ ആരെങ്കിലും നോക്കുമോ? ഇല്ല, ഒരാൾ നോക്കത്തില്ല. കൂനി എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് കുട്ടികളൊക്കെ. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? എത്ര കൂനിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ്? ആത്മാവിനെയാണ് കാണുന്നത് അല്ലേ? ഭഗവാൻ എന്ത് വിളിച്ചു? സുന്ദരി എന്ന് വിളിച്ചു. സുന്ദരി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? കാര്യം ഭഗവാന്റെ വിളിയാണല്ലേ, ഇത്ര മധുരമുള്ളതാണ്. പക്ഷെ എന്നെ എന്തിന് ഇവരെ അപമാനിച്ചു എന്നുള്ള ഒരു ചിന്തയും കൂടെ ആയി അല്ലെ? ഞാൻ ഇത്ര വിരൂപയായിട്ടിരിക്കുന്ന എന്നെ സുന്ദരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിളിക്കുമോ സുന്ദരി എന്ന്? പക്ഷെ ഭഗവാൻ എന്താണ്? ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് കണ്ടത് അല്ലേ? അപ്പൊ എനിക്ക് കുറച്ച് കുറിക്കൂട്ടികൾ തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് കംസന് കൊണ്ടുപോകുന്നതാണ്. എങ്കിലും ചോദിച്ച സ്ഥിതിക്ക് നിങ്ങൾ വളരെ എന്താണ് ദൈവാംശം ഉള്ളവരാണ്, വളരെ ചോദിച്ച സ്ഥിതിക്ക് തരാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ആ കുറിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? അപ്പോഴത്തേനും ഭഗവാൻ ആകെപ്പാടെ എന്താണ് പ്രസന്നനായിട്ട് എന്ത് ചെയ്തു? ആ കുബ്ജയുടെ കാലിൽ അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് താടിയിൽ പിടിച്ചിട്ട് ഒരൊറ്റ ഉയർത്തി. അപ്പൊ അവരുടെ എല്ലാ വളവുകളും നൂർന്ന് അതിസുന്ദരിയായിട്ട് മാറി. കൂനൂരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും അതിസുന്ദരിയായിട്ടുള്ള യുവതിയാക്കി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? കുബ്ജയ്ക്ക് കഴിഞ്ഞ ജന്മത്തിലെ കുബ്ജ എന്താണ് ഭഗവാന്റെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് ആഗ്രഹിച്ച ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു. അതാണ് 9ാമത്തെ ഭാര്യ. അപ്പം ഭഗവാൻ ഈ മാധുര്യരസം ആണെങ്കിലും
മാധുര്യരസത്തിന് ഏറ്റക്കുറച്ചിലുണ്ടല്ലേ. കുബ്ജയ്ക്കുള്ള ആ മാധുര്യവും ഈ ഈ 8 ഭാര്യമാര് മറ്റേ ദ്വാരകയിലുള്ള ഭാര്യമാരുടെ മാധുര്യരസവും വൃന്ദാവനത്തിലുള്ള ഗോപസ്ത്രീകളുടെ മാധുര്യരസവും എല്ലാം മൂന്ന് തരത്തിലാണ്. ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിൽ പ്രഭു പറഞ്ഞതാണ്. എന്താണ് ഈ മാധുര്യരസത്തിന്? ഈ വൃന്ദാവനത്തിലുള്ള ഗോപികമാരുടെ മാധുര്യരസം ഏത് തലത്തിലായിരുന്നു? ആർക്കാ പറയാൻ പറ്റുന്നത്? ഈ അഷ്ടപതിയൊക്കെ വായിച്ച, ഗീതാഗോവിന്ദൊക്കെ വായിച്ച മാതാജിക്ക് പറയണം, ഏതായിരുന്നു അവരുടെ തലം? പ്രേമം. പ്രേമം. പ്രേമത്തിന്റെ ആയ തലം എന്താണ്? അവർക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, അവര് ആരെ വേണേലും ഉപേക്ഷിക്കും അല്ലെ. അവരുടെ അച്ഛനെയോ അമ്മയോ മകളെയോ പുത്രനെയോ ഭർത്താവിനെയോ ആരെ വേണേലും ഉപേക്ഷിക്കും. ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം, അതായിരുന്നു അവരുടെ ഭാവം. ഗോപികമാരുടെ ഭാവം എന്താണ്? എന്തായാലും വേണ്ടില്ല, നമ്മൾ എന്ത് ത്യാഗം ചെയ്യും, നമ്മളെ ജീവൻ നമ്മൾ ത്യജിക്കും, പക്ഷെ എന്താണ്? കൃഷ്ണൻ സന്തോഷമായിട്ടിരിക്കണം. ആ മാധുര്യ പ്രേമഭക്തിയായിരുന്നു വൃന്ദാവനത്തിലെ ഗോപികമാരുടെ. അതുകൊണ്ടായിരുന്നു എന്താണ് ആ ഗോപികമാരുടെ ആചാര്യന്മാരെല്ലാം ഗോപികമാരുടെ പാദത്തിൽ പോലും നമുക്ക് വർണ്ണിക്കാനോ പാദത്തിൽ തൊടാനോ ഉള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ആ പാദത്തിന്റെ അടിയിലുള്ള ധൂളി എടുത്തിട്ട് ശിരസിൽ ധരിക്കാം എന്ന് പറയുന്നത് അല്ലേ. കാര്യം അത്രയും ഉയർന്ന ഒരു ഭക്തി ഒരാൾക്കും ഇല്ല. അതുകൊണ്ടാണ് ആ ഗോപികമാരുടെ ഭൃത്യന്റെ ദാസന്റെ 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 ഏറ്റവും അങ്ങേയറ്റത്തുള്ള ദാസന്റെ ആ ഒരു ഭാവമെങ്കിലും ഉണ്ടാകണം എന്ന് ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത്. വെറുതെ അല്ല, ചൈതന്യ മഹാപ്രഭു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. എന്താണ് ഗോപികമാരുടെ ഭൃത്യന്മാരുടെ ദാസന്മാരുടെ 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 അങ്ങേയറ്റത്തെ ദാസന്റെ ഭൃത്യനാകാനായിട്ടുള്ള ഒരു യോഗ്യത. അപ്പൊ മനസ്സിലായില്ല അവരുടെ യോഗ്യത. നമ്മൾ ആരെങ്കിലും ഭഗവാൻ സന്തോഷമായിട്ടിരിക്കാനായിട്ട് നമ്മൾ എത്ര പേർക്ക് നമുക്ക് ശ്രമിക്കാനായിട്ട് പറ്റും? നമുക്ക് സന്തോഷം ഉണ്ടാകണം അല്ലേ. അവർക്ക് അവരുടെ സന്തോഷം ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം എന്ന് മാത്രമേ അവരുടെ വിചാരമുള്ളൂ. അതേപോലെ തന്നെ ഈ നമ്മളുടെ ദ്വാരകയിലുള്ള ആ രാജ്ഞിമാരോ, അവരുടെ മാധുര്യരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഭഗവാനെ അവരുടെ ഭാവത്തിൽ കിട്ടണം അല്ലേ. രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴത്തേനും ഭഗവാൻ നാരദമുനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. നാരദമുനി ഓരോ കൊട്ടാരങ്ങൾ 16,008 കൊട്ടാരങ്ങളില് ഇത് നാരദമുനി സന്ദർശിച്ച ഒരു അവസരം ഉണ്ടായി. അപ്പൊ ആ അവസരത്തിൽ നാരദമുനിക്ക് എന്താണ് തോന്നി? ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ജാംബോതിയുടെ അടുക്ക് ചെല്ലുമ്പോൾ എന്താണ്? ഭഗവാൻ ജാംബോതിയായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജാംബോതിക്ക് ഇഷ്ടം എന്താണ്? ജാംബവാന്റെ മകളായതുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ടാണ് അല്ലേ. യുദ്ധമുറകൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്? സത്യഭാമയുടെ അടുക്ക് ചെന്നപ്പോൾ ചൂതുകളി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരിഷ്ടപ്പെടുന്ന ഭാവത്തിൽ ഭഗവാൻ വരണം. ആ ഒരു മാധുര്യ പ്രേമ രസത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പം ഈ മാധുര്യ പ്രേമരസത്തിന് തന്നെ അതിന് പല തലങ്ങളുണ്ട്. അതിന് ഓരോ ആൾക്കാരുടെയും തലങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ ഏറ്റവും ഉയർന്നത് ഈ പറയുന്ന വൃന്ദാവനത്തിലെ ഗോപികമാരുടെയാണ്. അപ്പം ഇങ്ങനത്തെ ഉള്ളൊരു പ്രശാന്ത അവസ്ഥയാണ് കൃഷ്ണാവബോധം. അപ്പം ആ ഗോപികമാരുടെയൊക്കെ പ്രാർത്ഥനയും കൃപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന കൃഷ്ണാവബോധം. അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ മറ്റേ ഇതെടുത്ത് തീർക്കാം. ഗൗരാരതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗൗരാരതി നമ്മൾ ഒരു 3-4 ശ്ലോകം എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വൈഷ്ണവ ഗീതങ്ങളുള്ളവർ അതെടുത്തോളൂ. എന്നിട്ട് എക്സിറ്റ് ആകേണ്ടവർക്ക് എക്സിറ്റ് ആകാം, തിരക്കുള്ളവർക്ക് സമയമുള്ളവർ മാത്രം ഇരിക്കുക, അല്ലാത്തവർക്ക് ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ സംശയം ഉണ്ടോ? എന്നാ ഓരോ പോയിന്റ് പറഞ്ഞേക്കാം. അല്ല ഗൗരാരതി പറഞ്ഞപ്പോൾ അത് മിസ്സാകും. രതിദേവി മാതാജി എന്തെങ്കിലും ഇന്ന് പഠിച്ചതിൽ മാതാജിക്ക് സ്ട്രൈക്കായി എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകും. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൃഷ്ണാവബോധം തികഞ്ഞ ഒരാള് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ആണ് ഉള്ളതായ. ആയതിനാല്
ഏത് പ്രതിസന്ധി വന്നാലും ഭക്തനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഭഗവാൻ. അദ്ദേഹത്തെ മുക്തനാക്കുന്നു ഭഗവാൻ അതിൽ നിന്നും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉം. നമ്മെ രക്ഷിക്കാൻ ഭഗവാൻ നമ്മളോട് സന്നദ്ധനായിട്ടിരിക്കുകയാണ് അല്ലെ? മുക്തനാക്കുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലെ? നമ്മളുടെ സന്നദ്ധനായിരിക്കും. അഭ്യുതകാംക്ഷിയായിട്ടല്ലേ? അതാണ് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ ഇച്ഛ കാര്യം. അനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ നമ്മൾ എങ്ങനെ ഭഗവാന്റെ ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഇച്ഛ എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഭഗവാന് പറഞ്ഞു. ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ്, ഇഷ്ടമില്ലാത്തത് എന്താണെന്നുള്ള അല്ലേ? മല്ലിക മാതാജി, ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി ഇല്ല. ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി ഇല്ല. എന്നാൽ സുജന മാതാജി ആരുമില്ല. ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഇപ്പം ഭഗവാനായിട്ടുള്ള ബന്ധം ഇനിയും ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ആക്കണം. പിന്നെ അത് വിവേകം, ബുദ്ധിയെ പരമാവധി വീട്ടിൽ ഭഗവാനുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. അതേ ഉള്ളൂ നമ്മൾ ഓക്കെ. ഹരേ കൃഷ്ണ. രാധ ഞാൻ മാതാജി. പറയാം. എന്നാ സുജന മാതാജി പറഞ്ഞോളൂ. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്താവസ്ഥയത്രേ കൃഷ്ണാവബോധം. ഹരി ഓം. ഹരേ കൃഷ്ണ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. മാതാജി അത് ഓർത്ത് പറഞ്ഞു, നന്നായിരിക്കുന്നു. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമ്മുടെ ഇന്ദ്രിയങ്ങള് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാലേ നമ്മൾ അതിൻ്റെ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് സാധ്യമാവുള്ളൂ. ആ ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഭഗവാനോടുള്ള ഒരു ഭക്തി കൂടുതലായിട്ട് വരുള്ളൂ. അത് അനുഭവിച്ചാലേ അത് ശരിക്കും നമുക്ക് ആസ്വദിക്കാനും സാധിക്കുള്ളൂ പ്രഭു. ഹരി ഓം. ഹരേ കൃഷ്ണ. വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. രാധ മാതാജി. ഗീത മാതാജി. ഹരേ കൃഷ്ണ. ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാബോധത്തിൽ പ്രവർത്തനനിരതമാക്കണം. അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ മാർഗം. ഉറച്ച മനസ്സുള്ള ഒരാളിനെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഉറച്ച മനസ്സില്ലാത്ത ആളിന് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാത്ത ഒരാളിന് എന്നും അശാന്തിയായിരിക്കും. അങ്ങനെ അശാന്തിയുള്ള ഒരാളിന് മനസുഖം കാണില്ല. പ്രശാന്താവസ്ഥയാണ് കൃഷ്ണാവബോധം. അതെ. ഹരി ഓം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. മനുഷ്യന്റെ മനസ്സില് കാമക്രോധ ലോഭ മോഹങ്ങളെല്ലാം എപ്പോഴും ഉണ്ട്. അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാക്കണം. അപ്പൊ ഈ കാമക്രോധ ലോഭങ്ങൾ ഇല്ലാതായാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഭഗവാൻ നമ്മളോട് കൂടെ വരികയുള്ളൂ. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃപ ഉണ്ടാവുകയുള്ളൂ. കൃപ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ എല്ലാവരും ഓരോ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചായിരുന്നത് എന്ന് മനസ്സിലായ അത്യാവശ്യമുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞു. ഇനി ചിലപ്പോൾ അടുത്ത ക്ലാസ് ചിലപ്പം സമയമുണ്ടെങ്കിൽ പ്രശ്നോത്തരി ആയിരിക്കും. അപ്പം എല്ലാവരും ഭാവാർത്ഥം നോക്കിയേക്കണം. ചെറിയ ചെറിയ ഭാവാർത്ഥങ്ങളാണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അധികം കാണില്ല. മറ്റേതൊക്കെ വലിയ ഭാവാർത്ഥങ്ങളായിരുന്നു. ഇപ്പം ഇങ്ങോട്ടൊക്കെ പോയത് ഭാവാർത്ഥങ്ങൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് ശ്ലോകത്തിൻ്റെ ഒരുപാട് എടുക്കാം. രതിദേവി മാതാജിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓർമ്മ എന്തേ ഓർമ്മ ഓക്കെ. അപ്പൊ നമ്മള് എവിടം വരെ എടുത്തത്? കിബ്. അപ്പൊ ഞാനത് ഒന്ന് വായിച്ചേക്കാം. ഞാൻ എടുത്ത ഇടം വരെ മുഴുവൻ എടുത്തു കഴിഞ്ഞായിരുന്നോ? ഓർമ്മയില്ല. എടുത്തു കഴിഞ്ഞായിരുന്നോ? ഇല്ല. അതെ അല്ലേ. അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിച്ചു പോയേക്കാം.
किबजयो जय गौरा चान्देर अरतिकशोभा जाह्नवी ताडवाने जगमानलोभां किबदखिने निताय चान्द वामे गददारा നീകേടേ അദ്വൈത ശ്രീനി വാസചത്രധാര കിബപുസീയജെ ഗൗരാചാന്ദ് രത്നസിംഹസനി ആരതി കോരേൻ ബ്രഹ്മ ആദിദേവഗണേ കിവനരഹരി ആദി കോരി ചാമരദുലായ സഞ്ജയ മുകുന്ദ വാസു ഘോഷാദിഗായ അവിടം വരെയാണ് എടുത്തിരുന്നത്. അപ്പം അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് നോക്കിയേക്കാം. ഇതുവരെയുള്ളതിന്റെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മനോഹരമായ ആരതിക്ക് എല്ലാ സ്തുതികളും. ഗംഗാതീരത്തെ നികുഞ്ചങ്ങളിൽ നടക്കുന്ന ഈ ആരതി പ്രപഞ്ചത്തിലെ എല്ലാ ജീവരാശികളുടെയും മനസ്സിനെ ആകർഷിക്കുന്നു. ശ്രീ ചൈതന്യന്റെ വലതുവശത്ത് നിത്യാനന്ദ പ്രഭു, ഇടതുവശത്ത് ഗദാധര പ്രഭുവും സമീപത്ത് അദ്വൈത പ്രഭുവും മഹാപ്രഭുവിന് കുട ചൂടിക്കൊണ്ട് ശ്രീവാസ് ഠാക്കൂർ സ്ഥിതി ചെയ്യുന്നു. രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രീ ചൈതന്യന് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ ആരതി അർപ്പിക്കുന്നു. നരഹരി സർവകാരനും മറ്റ് സഹവാസികളും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ചാമരം വീശുന്നു. സഞ്ജയ പണ്ഡിത, മുകുന്ദദത്ത, വസുഘോഷ തുടങ്ങിയ ഭക്തന്മാർ മധുരമായ കീർത്തനം ആലപിക്കുന്നു. അടുത്തത് കിബശങ്കാ ഭാജേ ഖണ്ഡാ ഭാജേ ഭാജേ കരതാള മധുരാ മൃദംഗാ ഭാജേ പരമരസാല കിബശങ്കാ ഭാജേ ഖണ്ഡാ ഭാജേ ഭാജേ കരതാള മധുര മൃദംഗ ഭാജേ പരമരസാല. അപ്പൊ നമുക്ക് മനസ്സിലാകാം എന്തൊക്കെയോ വാദ്യഘോഷങ്ങളുടെ കാര്യമാണ് അല്ലേ. ഖണ്ഡ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ചെണ്ട അടിക്കുന്ന കരതാളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കരതാളം, കരങ്ങൾ കൊണ്ട് അടിക്കുന്ന താളം അല്ലേ. അപ്പം ആ കർത്താൾ എന്ന് പറയുന്ന സാധനമുണ്ട് ഹിന്ദിയിൽ, അങ്ങനെയാണ് കർത്താൾ. ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ തന്നെ ജിഞ്ചറാന്ന് എന്തോ പറഞ്ഞ സാധനമില്ല ഇങ്ങനെ അടിക്കുന്നത്, അത് ഗഞ്ചിറ. ആ മധുര മൃദംഗതാളം. അപ്പം മൃദംഗതാളം മധുരമാണെന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ് നോക്കുക. ശംഖുകൾ, മണികൾ, കരതാളങ്ങൾ എന്നിവ ശബ്ദിക്കുന്നു. മധുരതരമായ മൃദംഗ ശബ്ദം മുഴങ്ങുന്നു. ഈ കീർത്തനം അത്യന്തം ആസ്വാദകരമാണ്. അപ്പൊ ഇത് ആർക്കെങ്കിലും വായിക്കാനായിട്ട് അറിയാവോ? ഏത് ആരതി വായിക്കാനോ അർത്ഥം വായിക്കാനോ? മാതാജി ഇതിന്റെ ഒന്ന് വായിച്ച ആരതി കിബശങ്കാഭാജി. അർത്ഥം വായിക്കാനോ? അല്ല, കീർത്തന. അത് കഷ്ടമാണോ പ്രഭു? ആ ട്യൂണിൽ വെറുതെ വായിച്ചു കിട്ടോ, ട്യൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കിബശങ്ക ബാജേ ഖണ്ഡ ഭാജേ ഭാജേ കരതാള മധുര മൃദംഗ ഭാജേ പരമരസാല. കിബശങ്കാ ഭാജേ ഖണ്ഡാ ഭാജേ ഭാജേ കരതാള മധുരാ മൃദംഗ ഭാജേ പരമരസാല. അടുത്തത് കിബബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗളദേ ശിവാനമാല ഖോരേ ചാലമാല. അതെന്താണ് നോക്കാം. മഹാപ്രഭുവിന്റെ മുഖത്തെ അത്യുജ്വല ശോഭ കോടിക്കണക്കിന് ചന്ദ്രന്മാരെ വെല്ലുന്നതാണ്. അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരുന്ന വനപുഷ്പമാല്യം ജ്വലിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കിബബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗളദേ ശിവാനമാല ഖോരേ ചാലമാല. ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ?
കോടിക്കണക്കിന് ചന്ദ്രന്മാരെ ഉജ്ജ്വലമായ ശോഭയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന മാല എന്ന് പറഞ്ഞു. ഗീതാ മാതാജി. കിബഹു കോടി ചന്ദ്ര ജിനീവദന ഉജ്ജ്വല ദളദേശേ വനമാല കോരചലമാല. നമ്മളിതിന്റെ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് കേട്ടിട്ട് നമ്മൾ വൈകുന്നേരം ഈ ആരതി സോങ് വെച്ചിട്ട് നമ്മൾ ഈ വെറുതെ അഗർബത്തി എങ്കിലും കാണിച്ചിട്ട് അല്ലെങ്കിൽ ദീപം കാണിച്ചിട്ടെങ്കിലും ആരതി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് ഈ സോങ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഇത് പഠിക്കാനായിട്ട്. അപ്പൊ കിബ ബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്ജ്വല ഗളദേശവാനമാല ഘോരേ ചലമാല. അടുത്തത് കിബ ശിവാശുകനാരദ പ്രേമേ ഗദഗാദ ഭാഗതി വിനോദ ദേഖേ ഗൗരാരാസംപാദ. ഇവിടെ ഭക്തി എന്നാണ് നമ്മൾ പറയുന്നത്, ഭഗതി എന്നാണ് കേട്ടോ. ഇതിന്റെ ട്യൂണ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ്. ഈ ബംഗാളി സോങ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. കിവ ശിവാശുകനാരദ പ്രേമേ ഗദഗാദ ഭഗതി വിനോദ ദേഖേ ഗൗരാരാസംപാദ. എന്താണത്? അവിടെ സന്നിഹിതരായിരുന്ന ശിവൻ. ഇപ്പൊ ആരൊക്കെയാണ് മഹാപ്രഭുവിന്റെ ഈ ആരതിക്ക് പങ്കെടുത്തിരിക്കുന്നത് നോക്കിയ ശിവൻ, ശുകദേവ ഗോസ്വാമി, നാരദമുനി എന്നിവർക്ക് ആത്മീയാനന്ദത്തിൽ കണ്ടമിടറി. അപ്പം ഇപ്രകാരം ഭക്തി വിനോദ ഠാക്കൂർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹിമാനങ്ങളെ കാണുന്നു. അപ്പൊ ആരെഴുതിയാണെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമാക്കി. ഭക്തി വിനോദ ഠാക്കൂറിനെയാണ് ഈ ആരതി കീർത്തനം എഴുതിയത്. അപ്പോൾ ഈ ആരതി കീർത്തനം കേൾക്കാനായിട്ട് ആരൊക്കെയാ വന്നിരുന്നത്? ശിവന്, ശുകദേവ ഗോസ്വാമി, നാരദമുനി എന്നിവർക്ക് ഈ ഈ കീർത്തനം കേട്ടപ്പോൾ അവർക്കൊക്കെ കണ്ടമിടറി ഈ ആരതി സോങ് പാടി. അപ്പം കിബ ശിവാശുകനാരദ പ്രേമേ ഗദഗാദ ഭാഗതി വിനോദ ദേഖേ ഗൗരാരാസംപാദ. അപ്പം ഇതാർക്കെങ്കിലും രതിദേവി മാതാജിക്ക് ഒന്ന് വായിക്കാൻ പറ്റുമോ? യോക്കില്ല, വേറെ ഒന്നും വായിക്കട്ടെ. ഞാൻ വായിച്ചത് റെഡി ആവുന്നില്ല. ഞാൻ വായിച്ചു. സാരമില്ല, കുഴപ്പമില്ല മാതാജി. അത് നമ്മളൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ട് പഠിച്ചാൽ മതി. യൂട്യൂബ് കേട്ടിട്ട് ഉടനെ തന്നെ പഠിക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ ഇതൊന്ന് വെച്ചാൽ മതി ആരതി സോങ്. പിന്നെ നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മളൊരു സാമ്പ്രാണി കത്തിക്കുമല്ലോ, അപ്പം അത് കത്തിക്കുന്ന സമയത്ത് ഇത് യൂട്യൂബിൽ ഓൺ ചെയ്തിട്ട് നമ്മൾ ആ അഗർബത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാം, പെട്ടെന്ന് പഠിക്കാം. ഒരാഴ്ച കണ്ടിന്യൂസ്ലി ആരാധി ചെയ്ത് കഴിഞ്ഞാൽ ആ ലിറിക്സ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് യൂട്യൂബിൽ ഇതിവിടെ കേട്ട് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് പറ്റും. യൂട്യൂബിൽ വെച്ച് നോക്കി കേട്ടു. യൂട്യൂബ് വെച്ച് നോക്കി കേട്ടു കുറച്ച് ദിവസമില്ല. അതെ, നമ്മൾ യൂട്യൂബ് വെച്ചൊന്ന് ഓട്ടോമാറ്റിക്കലി ആ ട്യൂണിലേക്ക് എത്തിക്കൊള്ളു. എനിക്ക് കാളരാഗം വായിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ട്യൂണൊന്നും അല്ല ഇത്. ശരിക്കും പ്രഭുക്കന്മാരൊക്കെ നല്ല ട്യൂണുള്ളവരൊക്കെ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര ഒരിതാണ്. അതിൻ്റെ അകത്ത് വേറൊരിതുണ്ട്. കിബജയോ ജയ ഗൗര എന്ന് പറയും, ഇങ്ങനെ നീട്ടി അവരെടുക്കും. ചാന്ദേർ ആരതിക ശോഭ ജാനവി താടാവാനി ജഗമാനലോഭാം കിബദഖീനെ നിതായ് ചാന്ദ് വാമേ ഗദദാര നീകടേയദ്വൈതാശ്രീനി വാസചത്രധാര കിബപസിയാജെ ഗൗരാചാന്ദ് രത്നാസിംഹസനേൻ ആരതി കോരേൻ ബ്രഹ്മ ആദിദേവഗണേ
കിബനരാ ഹരി ആദി കോരി ചാമരദുലായ സഞ്ജയാ മുകുന്ദ വാസു ഘോഷാദിഗായ കിബശങ്കാ ഭാജേ ഖണ്ഡാ ഭാജേ ഭാജേ കരതാളാം മധുരാമൃദംഗാ ഭാജേ പരമരസാലാം കിവ ബഹു കോടി ചന്ദ്രാജീനി വദന ഉജ്വല ഗേളദേശിവാനമാല ഘോരേ ചലമാല കിവ ശിവാശുകനാരദ പ്രേമേ ഗദഗാദ ഭഗതി വിനോദ ദേഖേ ഗൗരാരസംപാദ കിബ ജയോ ജയ ഗൗരാ ചാന്ദേർ അരധിക ശോഭ ജാനവി താടാവനേ ജഗമാനലോഭാം. ഹരേ കൃഷ്ണ. അപ്പൊ ഗൗരാരതി നമ്മൾ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇനിയുള്ളത് ഗുരുവാരതിയാണ്. അത് ഏതെങ്കിലും സമയമുള്ള ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ രണ്ടാരതി കഴിഞ്ഞു. ഏതൊക്കെയാണ്? മംഗളാരതി, ഗൗരാരതി. ഇപ്പൊ രാവിലെ ചെല്ലുന്നുള്ളൂ, വൈകുന്നേരം ചെല്ലുന്നുള്ളൂ. ഗുരുവാരതി രാവിലെയോ അല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ രണ്ട് സമയത്തും ചെയ്യാം. ഇനി ഒരു ദിവസം തുളസി ആരതി. അപ്പം ഇത്രയാണ് നമ്മൾ ഇവിടെ. ഇതെല്ലാം ബംഗാളി സോങ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രൊനൗൺസിയേഷനും അതിന്റെ അർത്ഥമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബുക്കില് ഇത് കാണാമോ? കാണത്തില്ലല്ലേ? ഇല്ല. ആ കാണാം. ഇത് നമ്മള് ഇതിലിട്ട PDF പ്രിന്റ് എടുത്താണ്. അതിൻ്റെ അകത്ത് എല്ലാ സോങ്ങിന്റെ അർത്ഥമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വൈഷ്ണവ ബുക്കിന്റെ അകത്ത് വളരെ കുറച്ചെണ്ണതിന്റെ അർത്ഥമുള്ളൂ. അപ്പൊ ഈ PDF നമ്മൾ പ്രിന്റ് എടുത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്യിച്ചാൽ ഇത് ഇങ്ങനെ ഇതിലുണ്ട് പ്രഭു ആ അർത്ഥമൊക്കെ. അതെ അല്ലേ? ആ അപ്പൊ ഇതുണ്ട്, അതിൻ്റെ ഇതുണ്ട്. അകത്ത് എല്ലാത്തിന്റെ അർത്ഥമുണ്ട്. അപ്പൊ അത് കിട്ടുവാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ലാപ്ടോപ്പ് ഉള്ളവരുണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ചു വെച്ചാലും മതി. നമുക്ക് ഇതിന്റെ എല്ലാതിന്റെ അർത്ഥം കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ വൈഷ്ണവഗീതങ്ങൾക്ക് അതുണ്ടല്ലേ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനകത്തൊക്കെ വളരെ ഒന്നോ രണ്ടോ എണ്ണത്തിൻ്റെയൊക്കെ അർത്ഥമുള്ളൂ. ബ്രഹ്മസംഹിതയുടെ ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കൂടെ, ബാക്കി അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് എത്ര ആരതി സോങ് എല്ലാവരും പഠിക്കുക കീർത്തനം. ഇനിയുള്ള ദിവസങ്ങളില്. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് രാവിലെ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പം മറ്റേ മംഗളാരതി സോങ് ഇടുക, സംസാരധാവ. അതുപോലെ ഗുരുവാരതി ഇടുക, തുളസി ആരതിയും രാവിലെ ഇടുക. വൈകുന്നേരം ഇതുപോലെ ഗൗരാരതിയും ഗുരുവാരതിയും നരസിംഹാരതിയും. നരസിംഹാരതി എല്ലാവർക്കും അറിയാമല്ലോ, നാമസ്തേ നരസിംഹായ. അതും അത് നമുക്ക് അറിയാം. അത് നമുക്ക് സംസാരധാവ, വേണമെങ്കിൽ സംസാരധാവ അതും കുറച്ച് അറിയാം പ്രഭു കുറെ. നാമസ്തേ നരസിംഹായ അതും പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ആരതി സോങ് അത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മംഗളാരതി, നരസിംഹാരതി, ഗുരുവാരതി, ഗൗരാരതി, തുളസി ആരതി, ശയനാരതി. ശയനാരതി എന്ന് പറഞ്ഞ ആരതി അത് നമ്മൾ ഭഗവാനെ ഉറക്കാനായിട്ടുള്ളതാണ്. രാധാകൃഷ്ണ പ്രാണമോരാ ജുഗലാ കിശോരാ, രാധാകൃഷ്ണ പ്രാണമോരാ ജുഗലാ കിശോരാ, ജീവനി മരണി ഗതി ആരോ നഹി മോരാ, കാളിന്ദിരകുലേ കിളി കദംബേരവാന, രത്നബെദിരാവുപര ബസാബോധുജന, ശ്യാമ ഗൗരി അംഗേ ദിപോ ചന്ദനേരഗന്ധ, ചാമരദുലാവോ കബേ ഹരിമുഖ ചന്ദ്ര, ഗദിയമാലാദീർമാല ദിബോധോഹരാഗലേ, ആദരേ തുലിയാ ദിബോ കർപ്പൂര താംബൂലേ, ലളിത വിശാഖ ആദിർ ജദസഖി വൃന്ദ, അജ്ഞായ കുരിബോ സേവാ ചരണാരവിന്ദ, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭുർ ദാസേരനുദാസ, സേവാ അഭിലാഷ കുരേ
നരോത്തമദാസ രാധാകൃഷ്ണ പ്രാണമോരാ ജുഗലാ കിശോര രാധാകൃഷ്ണ പ്രാണമോരാ ജുഗലാ കിശോര. ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഭഗവാനെ ഉറക്കി കെടുത്തിയിട്ട് ആൾട്ടർ അടയ്ക്കാൻ നേരത്ത് പാടുന്നത് ശയനാരതി. പിന്നെ തുളസിയാരതി രാവിലെ മാത്രമേ മിക്കവാറും ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ത്രിസന്ധ്യക്ക് മുൻപേ ആയിരിക്കണം. തുളസി സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ലാത്തതാണ്. തുളസിയാരതി നമോ നമ തുളസി കൃഷ്ണ പ്രേയസി നമോ നമ രാധാകൃഷ്ണ സേവാഭാവോ യേ അഭിലാഷി രാധാകൃഷ്ണ സേവാഭാവോ യേ അഭിലാഷി જે તમારા શરણાલોય તારા વાંચા પૂર્ણ હોય કૃપા કોરી કોરો તારે વૃંદાવન વાસી મોરે અભિલાષ વિલાસ કુંજ દિયો વાસ નયને હરિબો સદા યુગળ રૂપ રાશિ એ નિવેદન ધરો સખીરાનુગદ કોરો સેવાધિકાર દિયે કોરો નિજ દાસી દીન કૃષ્ણ દાસે હોય એ જન મોરા હોય श्री राधा गोविंद प्रेमी सदा जन पासी श्री राधा गोविंद प्रेमी सदा जन भासी यानि कानि च पापानि ब्रह्म हत्यधिकानि च तानि तानि प्रणश्यन्ति प्रदक्षिण पादे पदे हरे कृष्ण 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 हरे 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 राम 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 हरे हरे. जय वृंदे देवी जय वृंदे देवी जय वृंदे देवी जय वृंदे देवी जय तुलसी महारानी जय तुलसी महारानी जय तुलसी महारानी जय तुलसी महारानी जय वृंदे जय वृंदे जय वृंदे ജയ ശ്രീ വൃന്ദേ. ഹരേ കൃഷ്ണ. ഞാൻ നിങ്ങളെല്ലാവരും ബോറടിപ്പിച്ചു. അപ്പം നമുക്ക് നിർത്താം. ഇല്ല. അപ്പം ഇതൊക്കെയാണ് ആരതി. മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഇത്രയും ആരതി എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. വേറെ ഒരുപാടുണ്ടെങ്കിലും. അപ്പം പ്രഭുജി അതെല്ലാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. മംഗളാരതി, തുളസിയാരതി, ഗൗരാരതി, ഗുരുവാരതി, ഒന്നുകൂടെ ഒന്ന് പറയാമോ? മംഗളാരതി, നരസിംഹാരതി, ഗുരുവാരതി, തുളസിയാരതി, പിന്നെ വൈകുന്നേരമാകുമ്പം ഗൗരാരതി, പിന്നെ ശയനാരതി. രാവിലത്തെ തന്നെ നരസിംഹാരതിയും ഗുരുവാരതിയും വൈകുന്നേരവും റിപ്പീറ്റ് ചെയ്യാം, ഗൗരാരതി കൂടാതെ തന്നെ. അത്രയാണ്. ഓക്കെ. അപ്പം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജായ്.